നമസ്കാരം. പ്രൈം ടൈം ആരംഭിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. സംസ്ഥാനത്ത് SIR കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. 24,08,503 പേർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു. കരട് പട്ടികയിൽ പേരില്ലാത്തവർക്ക് ആക്ഷേപങ്ങളും പരാതികളും ഇന്നു മുതൽ തന്നെ സമർപ്പിക്കാം. അന്തിമ വോട്ടർ പട്ടിക ഫെബ്രുവരി 21 പ്രസിദ്ധീകരിക്കും. SIR നടപടികൾ നീട്ടണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളി. 2025 വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നത് 2,78,00,000 പേർ. SIR എന്യൂമറേഷൻ പൂർത്തിയായപ്പോൾ 24,08,000 പേർ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായി. ബാക്കി 2,52,42,352 വോട്ടർമാർ കരട് പട്ടികയിൽ ഇടം നേടി. ഒഴിവാക്കിയതിൽ 6,49,000 പേർ മരിച്ചവരുടെ പട്ടികയിലാണ്. 6,45,000 പേർ കണ്ടെത്താൻ കഴിയാത്തവരുടെ വിഭാഗത്തിലും 8,16,000 പേർ താമസം മാറിയവർ എന്ന വിഭാഗത്തിലും ഉൾപ്പെട്ടു. കൂടാതെ 1,36,000 പേർ ഒന്നിലധികം തവണ വോട്ടർ പട്ടികയിൽ പേരുള്ളവരാണ്. എന്യൂമറേഷൻ ഫോം കൈപ്പറ്റാത്ത 1,60,000 പേരെ മറ്റുള്ളവർ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ഒഴിവാക്കി. കരട് പട്ടികയിൽ പരാതികൾ ജനുവരി 22 വരെ സമർപ്പിക്കാം. അൺകളക്റ്റബിൾ ആയി വന്നിട്ടുള്ള ലിസ്റ്റിലെ ആരെങ്കിലും ഷിഫ്റ്റഡ് ആയിട്ടുള്ളവരോ ആബ്സെന്റ് ആയിട്ടുള്ളവരോ ആർക്കെങ്കിലും പുതിയതായിട്ട് വോട്ടർ പട്ടികയിലെ പേര് ചേർക്കാനുണ്ടെങ്കിൽ ഫോം 6 പൂരിപ്പിച്ച് നൽകണം. അതിനൊപ്പം ഒരു ഡിക്ലറേഷൻ ഫോം ഉണ്ടാവും. ഈ ഡിക്ലറേഷൻ ഫോം അത് കൂടി പൂരിപ്പിച്ച് നൽകണം. ക്ലെയിംസ് ആൻഡ് ഒബ്ജക്ഷൻസിന്റെ പീരിയഡ് 23 ഡിസംബർ മുതൽ 22 ജനുവരി വരെ ഉള്ളതാണ്. തീയതി നീട്ടി നൽകണമെന്നാവശ്യപ്പെട്ട് ചീഫ് സെക്രട്ടറി നൽകിയ കത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളി. കരട് വോട്ടർ പട്ടികയുടെ കോപ്പി ജില്ലാ കളക്ടർമാർ മുഖേന വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്കും കൈമാറി. പൊതുജനങ്ങൾക്ക് വെബ്സൈറ്റിൽ പ്രവേശിച്ച് നിയോജക മണ്ഡലം ബൂത്ത് അടിസ്ഥാനത്തിലോ എപ്പിക് നമ്പർ നൽകിയോ പരിശോധിക്കാവുന്നതാണ്. ബൂത്ത് തലത്തിൽ പട്ടികയുടെ PDF ഡൗൺലോഡ് ചെയ്തും പരിശോധിക്കാം. ഫെബ്രുവരി 21 അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത്. 24 തിരുവനന്തപുരം. ഇപ്പോൾ പുറത്തു വന്ന ഈ കരട് വോട്ടർ പട്ടികയിൽ നമ്മുടെ പേരുണ്ടോ എന്ന് നമ്മൾ ഉറപ്പിക്കണം. അതിന് ചില ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റ് വഴി ഈ പട്ടികയിൽ പേരുണ്ടോ എന്ന് വോട്ടർമാർക്ക് പരിശോധിക്കാം. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റിലാണ് ആ പേര് പരിശോധിക്കേണ്ടത്. അത് പരിശോധിക്കുന്നതിനൊപ്പം ഇനിയിപ്പോൾ പേരില്ല എങ്കിൽ അത് പേര് ചേർക്കാൻ ഫോം 6 ആണ് പൂരിപ്പിച്ച് നൽകേണ്ടത്. നേരത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അത് പറഞ്ഞിരുന്നു. അതിനൊപ്പം ഒരു സത്യവാങ്മൂലവും സമർപ്പിക്കണം. ഇന്നു മുതൽ 1 മാസത്തേക്ക് പരാതികൾ ഉൾപ്പെടെ ഇലക്ഷൻ കമ്മീഷൻ പരിഗണിക്കുന്നുണ്ട്. വിദേശത്തുള്ളവർക്ക് പേര് ചേർക്കാൻ ഫോം 6A എന്ന പ്രത്യേക ഫോമാണ് ഉള്ളത്. എല്ലാ ഫോമുകളും വെബ്സൈറ്റിൽ ലഭ്യമാണ്. അതുകൂടാതെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ BLOമാരെ സമീപിക്കാവുന്നതാണ്. അവർ ഈ ഫോം ഫില്ല് ചെയ്യുന്നതിനും ഇക്കാര്യത്തിൽ തുടർ നടപടികൾക്കും അവർ നമ്മളെ സഹായിക്കും. ജനുവരി 22 വരെയാണ് പരാതികളും മറ്റും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിഗണിക്കുന്നത്. ഹിയറിംഗിൽ പരാതി ഉണ്ടെങ്കിൽ 15 ദിവസത്തിനകം ജില്ലാ കളക്ടർക്ക് അപ്പീൽ നൽകാനുള്ള ഒരു പ്രൊവിഷൻ കൂടിയും അനുവദിച്ചിട്ടുണ്ട്. അതിലും പരാതി ഉണ്ടെങ്കിൽ 30 ദിവസത്തിനകം ചീഫ് ഇലക്ടറൽ ഓഫീസറെ നമുക്ക് സമീപിക്കാം. കരട് വോട്ടർ പട്ടിക പരിശോധിച്ച് വോട്ടുണ്ടോ എന്നെല്ലാവരും ഉറപ്പിക്കണം. അത് ഇന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ സൈറ്റിൽ നോക്കി വളരെ വേഗത്തിൽ നമ്മുടെ പേര് നമ്മുടെ ജില്ലയിൽ നമ്മുടെ നിയമസഭാ സെഗ്മെന്റിൽ ഉണ്ടോ എന്ന് നമുക്ക് വളരെ വേഗത്തിൽ കണ്ടുപിടിക്കാവുന്നതാണ്. ഇനി നമ്മൾ മറ്റ് റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. ലോക് ഭവൻ കേരള പുറത്തിറക്കിയ 2026 കലണ്ടറിൽ സവർക്കറുടെ ചിത്രവും സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും സാംസ്കാരിക നായകരുടെയും കൂട്ടത്തിലാണ് സവർക്കർ ഇടം നേടിയത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് ഗവർണറിൽ നിന്ന് കലണ്ടർ ഏറ്റുവാങ്ങിയത്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. MG പ്രതീഷ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്നും. പ്രതീഷ്, ഈ ഇപ്പോൾ ലോക് ഭവൻ, നേരത്തെ രാജ്ഭവൻ, അങ്ങനെ എല്ലാ വർഷവും ഈ കലണ്ടർ പുറത്തിറക്കുക ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഒരു വാർത്ത വരുന്നത് കണ്ടിട്ടില്ല. ഒരുപക്ഷെ സവർക്കറുടെ ചിത്രം ഉൾപ്പെട്ട് ഒരു വിവാദമായതുകൊണ്ടായിരിക്കാം വാർത്ത വരുന്നത്. എല്ലാ വർഷവും ഇങ്ങനെ ഒരു കലണ്ടർ രാജ്ഭവൻ അല്ലെങ്കിൽ ഈ ലോക് ഭവൻ പുറത്തിറക്കാറുണ്ടായിരുന്നു? വിജയകുമാർ, ഇതാദ്യമായാണ് ലോക് ഭവൻ ഒരു കലണ്ടർ പുറത്തിറക്കുന്നത്. 2026 കലണ്ടറിലാണ് സവർക്കറിന്റെ ചിത്രവും ലോക് ഭവൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ദേശീയ സംസ്ഥാന നേതാക്കളുടെ ചിത്രങ്ങൾ ഉൾപ്പെടെ ഈ കലണ്ടറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിലാണ് സവർക്കറുടെ ചിത്രവും ഇപ്പോൾ ലോക് ഭവൻ പുറത്തിറക്കിയ കലണ്ടറിൽ വന്നിരിക്കുന്നത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് ഈ ഗവർണറിൽ നിന്ന് ഈ കലണ്ടർ സ്വീകരിക്കുകയും അത് ഏറ്റുവാങ്ങി പ്രസിദ്ധീകരിക്കുകയും
ചെയ്തിട്ടുള്ളത്. നേരത്തെ ഈ ഭാരതാംബയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ലോക്ഭവനെ ചുറ്റിപ്പറ്റി ഇപ്പോഴും തുടരുന്നുണ്ട്. ആ വിവാദങ്ങൾ ഇപ്പോഴും ഒഴിഞ്ഞിട്ടില്ല. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ലോക്ഭവൻ ആദ്യമായി പുറത്തിറക്കിയ കലണ്ടറിൽ സവർക്കറുടെ ചിത്രം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും സാംസ്കാരിക നായകരുടെയും ചിത്രങ്ങൾ ഈ കലണ്ടറിൽ ഉണ്ട്. അതിനൊപ്പമാണ് സവർക്കറുടെ കൂടി ചിത്രം ലോക്ഭവൻ പുറത്തിറക്കിയിരിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിൽ നാളെ ഇതുമായി ബന്ധപ്പെട്ട ചിലപ്പോൾ വലിയ വിവാദങ്ങൾക്ക് കൂടി ഇത് വഴിവെച്ചേക്കാം. രാഷ്ട്രീയ പ്രതികരണങ്ങളൊക്കെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട വരും. ഈ ലോക്ഭവനെ ഇത്തരത്തിൽ RSS അനുകൂല ഒരു ഇടമാക്കി മാറ്റുന്നതിൽ വലിയ പ്രതിഷേധം CPM-ഉം കോൺഗ്രസും ഉൾപ്പെടെ പല ഘട്ടങ്ങളിൽ ഉന്നയിച്ചതാണ്. അതായിരുന്നു ഭാരതാംബ വിവാദമൊക്കെ തന്നെ വലിയ രീതിയിൽ ചർച്ചയായതും വലിയ പ്രതിഷേധങ്ങൾക്കിടയാക്കിയതും. അതിന് പിന്നാലെയാണ് ഇപ്പോൾ രാജ്ഭവൻ പുറത്തിറക്കിയ 2026 കലണ്ടറിൽ സവർക്കറിന്റെ ചിത്രം കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് നേരിട്ട് ലോക്ഭവനിലെത്തി ഈ കലണ്ടർ ഏറ്റുവാങ്ങുകയും അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് വരും മണിക്കൂറുകളിൽ കൂടുതൽ രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഉണ്ടാകും എന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. വിജയകുമാർ. യെസ്, ഭാരതാംബ വിവാദത്തിന് പിന്നാലെയാണ് ഈ കലണ്ടറിൽ സവർക്കറിന്റെ ചിത്രം ഉൾപ്പെട്ടു എന്ന അതിനെ ചുറ്റിപ്പറ്റി ഇനിയും അതിൽ കൂടുതൽ രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ ഉണ്ടാകുമോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. 2026 ലോക്ഭവന്റെ കലണ്ടറിലാണ് സവർക്കറുടെ ചിത്രമുള്ളത്. ലോക്ഭവൻ, പഴയ രാജ്ഭവനൊന്നും ഇത്തരം കലണ്ടറുകൾ പുറത്തിറക്കാറില്ല. ഇതാദ്യമായാണ് അത്തരമൊരു കലണ്ടർ പുറത്തിറക്കുന്നത്. അതിലാണ് സവർക്കറുടെ ചിത്രവും ഉൾപ്പെട്ടത്. MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചി മേയർ സ്ഥാനത്തേക്ക് KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസിനെ തള്ളി AI ഗ്രൂപ്പുകൾ. VK മിനിമോൾ ആദ്യ ടൈം കൊച്ചിയുടെ മേയറാകും. രണ്ടാം ടൈം A ഗ്രൂപ്പ് പിന്തുണയുള്ള ഷൈനി മാത്യുവിന് നൽകാനും ധാരണയായി. ദീപക് ജോയിയും KVP കൃഷ്ണകുമാറും ടൈം വ്യവസ്ഥയിൽ ഡെപ്യൂട്ടി മേയർമാരുമാകും. ആദ്യം മുതൽ ഉയർന്നത് 3 പേരുകൾ: ദീപ്തി മേരി വർഗീസ്, VK മിനിമോൾ, ഷൈനി മാത്യു. ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ തട്ടി ചർച്ചകൾ മാറിയപ്പോൾ ദീപ്തിക്ക് മേയർ സ്ഥാനം നഷ്ടമായി. I ഗ്രൂപ്പ് മിനിമോൾക്ക് വേണ്ടി പിടിമുറുക്കി. A ഗ്രൂപ്പ് ഷൈനി മാത്യുവിനൊപ്പവും. വിജയിച്ച 42 കൗൺസിലർമാരിൽ 20ഓളം പേർ ഷൈനി മാത്യുവിനെയും 17 പേർ VK മിനിമോളെയും പിന്തുണച്ചു. 4 പേരാണ് ടേം വ്യവസ്ഥയിൽ ദീപ്തിയെ അംഗീകരിച്ചത്. പാർലമെന്ററി പാർട്ടി അംഗീകരിച്ച പേരിനാണ് പ്രാധാന്യം നൽകിയതെന്ന് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്. തെരഞ്ഞെടുപ്പിന് ശേഷം KPCCയുടെ മാർഗനിർദ്ദേശങ്ങൾ ഈ അധ്യക്ഷൻ ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പുകളിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് വന്നതിന് ശേഷമാണ് ഞങ്ങൾ ചർച്ചകൾ തുടങ്ങിയത്. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ നേതാക്കന്മാരുമായി സംസാരിച്ചു. ഇപ്പോൾ ജയിച്ചു വന്നിരിക്കുന്ന കൗൺസിലർമാരുമായി കൂടിയാലോചനകൾ നടത്തി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്ഥാനാർത്ഥിമാരെ തീരുമാനിച്ചത്. പാർട്ടി ഏൽപ്പിച്ചത് വലിയ ഉത്തരവാദിത്തമെന്ന് നിയുക്ത മേയർ VK മിനിമോൾ പറഞ്ഞു. വലിയൊരു ഉത്തരവാദിത്തമാണ് പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത്. അത് വലിയൊരു അംഗീകാരമായി കണക്കാക്കുകയാണ്. അതോടൊപ്പം തന്നെ ഉത്തരവാദിത്വവും കൂടുകയാണ്. കൊച്ചിയിലെ ജനങ്ങൾക്ക് അവരുടെ ആഗ്രഹത്തിനൊത്തവണ്ണം ടീം UDFന്റെ ഒരു കൂട്ടായ പ്രവർത്തനം ഏകോപിപ്പിക്കുക എന്ന വലിയ ഉത്തരവാദിത്തമുണ്ട്. ദീപക് ജോയിയും KVP കൃഷ്ണകുമാറും ടേം വ്യവസ്ഥയിൽ ഡെപ്യൂട്ടി മേയർമാരാകും. 24 കൊച്ചി. അതിനിടെ മേയർ സ്ഥാനത്ത് നിന്ന് തഴഞ്ഞതിൽ അതൃപ്തി പരസ്യമാക്കി KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ്. തർക്കമുണ്ടെങ്കിൽ KPCC നിരീക്ഷകനെത്തി പരിഹരിക്കണമെന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ പാലിച്ചില്ല. അവസാന നിമിഷം രഹസ്യ ബാലറ്റ് ഒഴിവാക്കി. തന്നെ ഒഴിവാക്കിയതിന് ഉത്തരം പറയേണ്ടത് ചുമതലയുള്ളവരാണ് എന്നും ദീപ്തി മേരി വർഗീസ് പറഞ്ഞു. KPCC ഉന്നത തലത്തിലിരിക്കുന്ന നേതാക്കന്മാർ മത്സരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊരു പ്രാധാന്യം കൊടുക്കണമെന്ന് സർക്കുലറിൽ പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്യേണ്ട ആളുകളാണ് ചെയ്യേണ്ടത്. ഇതിന് മറുപടി ഞാനല്ല പറയേണ്ടത്. അതിൻ്റെ അകത്ത് എന്താണ് എന്നോട് പറയാത്തതെന്നും എനിക്കറിയില്ല. അതിനെല്ലാം മറുപടി പറയേണ്ടത് അത് തീരുമാനിച്ച ആളുകളാണ്. KPCC പ്രസിഡന്റുമായിട്ട് സംസാരിച്ചിരുന്നു. അദ്ദേഹത്തോട് ഞാൻ ഇന്ന കാര്യങ്ങൾ, നോംസിന്റെ കാര്യങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഇതിലൊന്നും എനിക്ക് യാതൊരു പരിഭവവും ഇല്ല. ഇത് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ KPCC ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് എല്ലാ പിന്തുണയും KPCCക്കും DCCക്കും ഒക്കെ ഉണ്ടാകും. എൻ്റെ ഭാഗത്ത് നിന്ന് തീരുമാനം എടുക്കേണ്ട ആളുകളാണ് അതിൻ്റെ ഔചിത്യം കാണിക്കേണ്ടതും അത് ഏത് രീതിയിൽ തീരുമാനം എടുക്കേണ്ടതെന്ന് ആലോചിക്കേണ്ടത്. യെസ്, ലാൽകൃഷ്ണൻ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ലാല്, ഇപ്പോൾ ഞാൻ എന്തായാലും സഹകരിക്കും, എൻ്റെ ജോലി ചെയ്യുമെന്നൊക്കെ ദീപ്തി മേരി വർഗീസ് പറയുമ്പോഴും അവർക്ക് അതിൽ അതൃപ്തിയുണ്ട്. അതിൽ അവർ പറയുന്നതിലൊരു പ്രധാനപ്പെട്ട സംഗതിയുണ്ട്. KPCC ഭാരവാഹികൾ പരിഗണിക്കപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് മുൻഗണന നൽകണമെന്നത് KPCCയുടെ ഒരു സർക്കുലറാണ്. ആ സർക്കുലർ പുറത്തു വന്നതാണ്. ജില്ലാ കോൺഗ്രസ് അധ്യക്ഷന്മാർക്ക് KPCC അയച്ചു കൊടുത്ത സർക്കുലറിൽ അത് പറയുന്നുണ്ട്. പക്ഷേ അതിവിടെ പാലിക്കപ്പെട്ടിട്ടില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്താണ് അക്കാര്യത്തിൽ DCC നൽകുന്ന വിശദീകരണം?
വിജയകുമാർ, പരിഭവമില്ല എന്ന് പറയുന്ന ദീപ്തി മേരി വർഗീസിന്റെ ശബ്ദത്തിൽ തന്നെ ഒരു പരിഭവം നമുക്ക് കൃത്യമായി കാണാൻ കഴിയും. ജനങ്ങളുടെ ഭാഗത്തുനിന്ന് നല്ല രീതിയിലുള്ള പിന്തുണ കിട്ടിയെങ്കിലും നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ആ പിന്തുണ ഉണ്ടായില്ല എന്നുള്ളതായിരുന്നു അവർ ഒറ്റ വാക്കിൽ പറഞ്ഞു വെച്ചത്. നിരീക്ഷകൻ എത്തി ഇക്കാര്യങ്ങൾ കൃത്യമായി പരിശോധിക്കണമെന്ന കാര്യങ്ങൾ പോലും പല ഘട്ടങ്ങളിൽ പോലും അവർ പ്രായോഗികമായി പരിശോധിച്ചില്ല എന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനൊപ്പുറമാണ് പ്രധാനപ്പെട്ട സർക്കുലറുമായി ബന്ധപ്പെട്ട കാര്യമുള്ളത്. ഈ നേതൃത്വത്തിൽ നിന്നുള്ള ആളുകൾ മത്സരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പരിഗണന നൽകണം എന്നുള്ളതായിരുന്നു KPCC നൽകിയ സർക്കുലറിലുള്ളത്. നമ്മൾ DCC പ്രസിഡന്റിനോട് തന്നെ ഇക്കാര്യം പ്രധാനമായിട്ടും ചോദിച്ചപ്പോൾ DCC പ്രസിഡന്റ് പറഞ്ഞത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നിലവിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ KPCC ഭാരവാഹികളാണ്, അവർ വലിയ ഭാരവാഹിത്വം വഹിക്കുന്നവരാണ്, അവർക്ക് ആ പരിഗണന നൽകി എന്നുള്ളതാണ്. പക്ഷേ അവരുടെ ഭാരവാഹിത്വമാണോ അതോ KPCC ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ആളുടെ ഭാരവാഹിത്വമാണോ മുൻപന്തിയിൽ നിൽക്കുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് പാർലമെന്ററി പാർട്ടി യോഗത്തിലെടുത്ത തീരുമാനത്തിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നടത്തിയ വോട്ടിംഗിൽ അതിൽ മുന്നോട്ട് വന്ന ആളുകളെയാണ് പ്രധാനമായിട്ടും പരിഗണിച്ചത്. അവിടെ പല ഘടകങ്ങളും പരിശോധിച്ചു. ആ ഘടകങ്ങളിലെല്ലാത്തിലും ഏറ്റവും പ്രാധാന്യം കിട്ടിയ ആളുകളെ ഏറ്റവും മുൻപന്തിയിലേക്ക് നിർത്തി എന്നുള്ളത് മാത്രമാണ്. പരിഗണിക്കേണ്ടവരെ എല്ലാവരെയും പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് നിലവിലെ തീരുമാനമെടുത്തിരിക്കുന്നത്. ആരെയും ഒഴിവാക്കിയിട്ടില്ല എന്നുള്ളതായിരുന്നു ജില്ലാ നേതൃത്വം നൽകുന്ന വിശദീകരണം. പക്ഷേ ആ വിശദീകരണം പൂർണ്ണമായി അംഗീകരിക്കാൻ ദീപ്തി മേരി വർഗീസോ ജില്ലയിലെ മറ്റ് കോൺഗ്രസിലെ പല ഘടകങ്ങളിലുള്ളവരോ തയ്യാറായിട്ടില്ല എന്നുള്ളത് ഇതിനോടകം തന്നെ വ്യക്തമായിട്ടുള്ളതാണ്. പല ഘടകങ്ങളിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എതിർപ്പുകൾ അല്ലെങ്കിൽ അസ്വാരസ്യങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നു. ആദ്യം പ്രതികരിച്ചത് ദീപ്തി മേരി വർഗീസ് തന്നെയാണ്. തന്നെ തഴഞ്ഞതാണ് എന്നുള്ളത് തന്നെയാണ് അവർ എടുത്തു പറയുന്നത്. എന്നാലും പ്രവർത്തന മേഖല, പ്രവർത്തന മണ്ഡലം എന്ന രീതിയിൽ തുടരുമെന്ന കാര്യം അവർ അറിയിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ പല ഘടകങ്ങളിൽ നിന്നുള്ള കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ ഇതിൽ എന്താണ് സംഭവിച്ചത് എന്ന കാര്യം വിശദമായി പരിശോധിക്കണം എന്ന കാര്യം പറയുന്നുണ്ട്. അജയ് തറയിൽ അടക്കമുള്ള ആളുകൾ ഈ നിലപാട് സ്വീകരിച്ച് ഇപ്പോൾ തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ DCC ഇപ്പോഴും പറയുന്നത് അന്തിമമായി എടുത്ത തീരുമാനം വോട്ടിങ്ങിലൂടെ എടുത്തതാണ്. ആ വോട്ടിങ്ങിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കിട്ടിയ ആളുകളെയാണ് മുന്നോട്ട് വച്ചത്. പക്ഷേ അവിടെയും രണ്ടുപേരുണ്ട് എന്നതുകൊണ്ട് മാത്രമാണ് ടൈം വ്യവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയത് എന്ന വിശദീകരണമാണ് നൽകാൻ കഴിയുന്നത്. ഈ വിഷയം വരും ദിവസങ്ങളിൽ എന്തായാലും മേയറെയും ഡെപ്യൂട്ടി മേയറെയും ടൈം വ്യവസ്ഥയിലാണെങ്കിൽ പോലും തീരുമാനിച്ചെങ്കിൽ പോലും കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം വരും ദിവസങ്ങളിൽ എറണാകുളത്തെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പടരാൻ പോകുന്ന ഒരു വിഷയമായിട്ട് നിലവിൽ മേയർ ശരിയില്ല. അത് ഏതായാലും കോൺഗ്രസിൽ വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിട്ടുണ്ട്. ഇപ്പോൾ പല നേതാക്കളും മാധ്യമങ്ങളെ കാണാനൊക്കെ തുടങ്ങുന്നുണ്ട്. നാളെയൊക്കെ അതിന്റെ കൂടുതൽ പ്രതികരണങ്ങൾ വരും എന്നാണ് അറിയുന്നത്. പക്ഷേ ഇത് കോൺഗ്രസിനകത്തെ പ്രശ്നമാണെങ്കിൽ കൊച്ചിയിൽ UDF-ൽ മറ്റൊരു പ്രശ്നം കൂടി നീറിപ്പുകയുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, അവിടെ മുസ്ലിം ലീഗ് കൊച്ചിയിൽ ഡെപ്യൂട്ടി മേയർ പദവി ആവശ്യപ്പെട്ടിരുന്നു. അത് എറണാകുളം ജില്ലയിൽ കൊച്ചി കോർപ്പറേഷനിൽ UDF-ൽ പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന് കൊച്ചി കോർപ്പറേഷനിൽ ഡെപ്യൂട്ടി മേയർ സ്ഥാനം വേണമെന്നാണ് അവർ ആവശ്യപ്പെട്ടത്. പക്ഷേ DCC ഏകപക്ഷീയമായ തീരുമാനമെടുത്തു. ഇനി ഈ സംവിധാനവുമായി സഹകരിച്ചു പോകണോ എന്നതടക്കം കടുത്ത തീരുമാനം എടുക്കേണ്ടി വരും എന്നാണ് ലീഗ് നേതൃത്വം അറിയിക്കുന്നത്. ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കുമ്പോൾ മുന്നണി മര്യാദകൾ പാലിക്കാതിരിക്കുന്നത് ശരിയല്ല എന്ന് സംസ്ഥാനത്തെ കോൺഗ്രസിനെ ഓർമ്മിപ്പിക്കുകയാണ് മുസ്ലിം ലീഗ്. അവരുടെ ആവശ്യം പരിഗണിച്ചില്ല എന്നാണ് പറയുന്നത്. ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാവ് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ഇക്കാര്യത്തിൽ പരസ്യ പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ആ പ്രതികരണത്തിലേക്ക്. ഞങ്ങൾക്ക് അതിനകത്തുള്ള ഒരു ബുദ്ധിമുട്ട്, അങ്ങനൊരു ചർച്ച നടക്കുന്നതിന് മുമ്പ് തന്നെ 2 ടേമായിട്ട് മേയറും 2 ടേമായിട്ട് ഡെപ്യൂട്ടി മേയറേയും തീരുമാനിച്ചുവെന്ന് പ്രഖ്യാപിക്കുകയും കത്ത് കൊടുക്കുകയും ചെയ്തതിൽ ഞങ്ങൾക്ക് അതിനകത്ത് പ്രതിഷേധമുണ്ട്. തീർച്ചയായിട്ടും മുസ്ലിം ലീഗിന് ഒരു ക്ലെയിം ഇവിടെ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തുണ്ട്. അത് ഞങ്ങൾക്ക് ലഭിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. അത് സംസ്ഥാന തലത്തിൽ അത് ഉന്നയിക്കാൻ മുസ്ലിം ലീഗ് തീരുമാനിക്കുന്നുണ്ട്. ഒരു പക്ഷേ KPCC അധ്യക്ഷനും UDF കൺവീനറും ഒക്കെ മറുപടി പറയേണ്ട വിഷയമാണ് ലീഗ് ഇപ്പോൾ ഉന്നയിക്കുന്നത്. അതിൽ കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടായേക്കും. നമ്മൾ മറ്റൊരു വിഷയത്തിലേക്ക് പോവുകയാണ്. പാലക്കാട് നെന്മാറയിൽ ജനവാസ മേഖലയിൽ പുലി ഇറങ്ങി. വളർത്തുനായയെ പുലി ആക്രമിക്കുന്ന ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. അള്ളിച്ചോട് സ്വദേശി ശശിയുടെ വീടിന് സമീപമാണ് പുലി എത്തിയത്. ഐഷത്തുൽ ഷംന പാലക്കാട്ട് നിന്ന് വിവരങ്ങൾ നൽകും. ഷംന, ഇതിൽ ഈ പുലിയെ വളർത്തുനായ തുരത്തി ഓടിച്ചോ? പിന്നീട് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് വളർത്തുനായ തിരികെ പോകുന്നതൊക്കെയാണ്. അപ്പോൾ എന്താണ് സംഭവിച്ചതിൽ ഒന്ന് വ്യക്തത വരുത്തിയാൽ എന്താണ് അവിടെ സംഭവിച്ചത്?
വിജയകുമാർ, കഴിഞ്ഞ കുറെ കാലങ്ങളായി പാലക്കാടിന്റെ വിവിധ മേഖലകളിൽ ഇത്തരത്തിലുള്ള പുലിശല്യമുണ്ട്. പാലക്കാട്, നെന്മാറ, മണ്ണാർക്കാട് തുടങ്ങിയ മേഖലകളിലൊക്കെ, മണ്ണാർക്കാടൊക്കെ കഴിഞ്ഞ ദിവസം പുലിക്കൂട്ടിൽ കുടുങ്ങിയതുമാണ്. ഈ ഘട്ടത്തിൽ തന്നെയാണ് ഈ നെന്മാറയിൽ കാലങ്ങളായി ഇവിടെ പുലിശല്യമുണ്ടെന്ന നാട്ടുകാരുടെ ഒരു ആരോപണം ഉണ്ടായിരുന്നു. ഇപ്പോൾ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് ഈ വിത്തനശ്ശേരി, നെന്മാറ വിത്തനശ്ശേരിയിലാണ് ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുള്ളത്. വളർത്തുനായെ ആക്രമിച്ച ശേഷം ആക്രമിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നു. അതിനിടയിൽ പിന്നീട് പുലി തന്നെ സ്വയം പിന്മാറി ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. പുലർച്ചയോടുകൂടിയാണ് ഈ ആക്രമണം ഉണ്ടായത്. അതിനുശേഷം പിന്നീട് നാട്ടുകാർ അടക്കം അവിടെ മേഖലയിൽ തെരച്ചിൽ നടത്തിയെങ്കിലും പുലിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം മേഖലയിൽ പരിശോധന നടത്തുന്നുണ്ട്. കഴിഞ്ഞ കുറെ നാളുകളായി ഇത്തരത്തിൽ നെന്മാറ മേഖലയിൽ പുലിശല്യമുണ്ട് എന്നൊരു ആരോപണം ഉണ്ടായിരുന്നു. പക്ഷേ കൃത്യമായി പുലിയുടെ ദൃശ്യങ്ങളോ അല്ലെങ്കിൽ വലിയ ഒരു ആക്രമണത്തിന്റെ, വന്യജീവി ആക്രമണത്തിന്റെ സാധ്യതകളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഒരു ഘട്ടത്തിലാണ് പിന്നീട് വനംവകുപ്പ് അത് അത്ര കാര്യമാക്കി എടുക്കാതിരുന്നത്. പക്ഷെ പിന്നീട് ഇന്നലെയോടുകൂടി ഇന്ന് ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടി പുലി എന്ന് ഏറെക്കുറെ സ്ഥിരീകരിക്കുകയാണ് വനം വകുപ്പും. എന്തായാലും ഈ നായയെ ആക്രമിച്ച ശേഷം പുലി അവിടുന്ന് കടന്നു കളയുകയായിരുന്നു. നായയ്ക്ക് കാര്യമായി പരിക്കുകൾ പറ്റിയിട്ടില്ല എന്നതാണ് ആശ്വാസകരം. വിജയകുമാർ. യെസ്, എനിക്ക് തോന്നുന്നത് ഷംന, അങ്ങനെ പുലി കടന്നു കളഞ്ഞതല്ല, ആ നായ പുലിയെ ഓടിച്ചതാണ് എന്ന് തോന്നുന്നുണ്ട്. കാരണം നായ വളരെ ധീരമായി ആ പുലിയെ നേരിടുന്നുണ്ട്, അത് ദൃശ്യങ്ങളിൽ കാണാം. അല്ലെങ്കിൽ ആ പുലി എന്തായാലും ആ നായയെ വിട്ടിട്ട് പോകില്ലല്ലോ. പുലിയുടെ പുലി തിരികെ ആക്രമിച്ചിട്ടുണ്ട്, നായ തിരികെ പുലിയെ ആക്രമിച്ചിട്ടുണ്ടാകാനാണ് സാധ്യത. അത് പുലി അവിടുന്ന് ഓടിപ്പോവുകയും നായ തിരികെ വരികയും ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ടു, നായക്ക് കാര്യമായ പ്രശ്നങ്ങളില്ല. അങ്ങനെ അവിടെ പുലിയുടെ സാന്നിധ്യമുണ്ട് എന്ന് ഇപ്പോൾ ഉറപ്പിക്കുകയാണ്. ഈ നായയാണ് പുലിയെ വളരെ ധീരമായി നേരിട്ടത്. അതിനുശേഷം ആ നായക്ക് കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. പുലി അവിടുന്ന് ജീവനും കൊണ്ട് ഓടിയെന്ന് പറയാൻ കഴിയുമോ എന്നറിയില്ല. പക്ഷേ നായയെ വിട്ടിട്ട് പുലിക്ക് പോകേണ്ടി വന്നു എന്നതൊരു വസ്തുതയാണ്. പാലക്കാട് പുതുശ്ശേരിയിൽ കുട്ടികളുടെ കരോൾ സംഘത്തിന് നേരെയുണ്ടായ ആക്രമണങ്ങളിൽ വിവാദ പരാമർശവുമായി BJP നേതാവ് C. കൃഷ്ണകുമാർ. കള്ളു കുടിച്ചാണ് കരോൾ നടത്തിയതെന്നും കരോൾ സംഘം മനഃപൂർവ്വം പ്രകോപനമുണ്ടാക്കിയെന്നും കൃഷ്ണകുമാർ ആരോപിച്ചു. മാന്യമല്ലാത്ത കരോൾ നടത്തിയാൽ അടി കിട്ടുമെന്നായിരുന്നു BJP നേതാവ് ഷോൺ ജോർജിന്റെ പ്രതികരണം. പാലക്കാട് പുതുശ്ശേരിയിൽ കുട്ടികളുടെ കാരോൾ സംഘത്തിന് നേരെയാണ് കഴിഞ്ഞ ദിവസം RSS പ്രവർത്തകനായ അശ്വിൻ രാജിന്റെ ആക്രമണമുണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യത്തോട് BJP നേതാവ് C. കൃഷ്ണകുമാറിന്റെ പ്രതികരണം ഇങ്ങനെ: ഞാൻ പറയുന്നത് ആ പോയ സംഘം മദ്യപിച്ചിട്ട് അവിടേക്ക് ബോധപൂർവം സംഘർഷമുണ്ടാക്കാനായിട്ട് CPM-ന്റെ ക്രിമിനൽ സംഘം പോയതാ. കുട്ടികൾ കള്ളുകുടിച്ചെത്തിയെന്നാണോ പറയുന്നത് എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് പൊതുവായി പറഞ്ഞതെന്ന് C. കൃഷ്ണകുമാറിന്റെ വിശദീകരണം. ഞാൻ ഈ പോയ ആളുകളല്ല പറഞ്ഞു, മദ്യപിച്ച് കരോളിന്റെ പേരിൽ പോകുന്നത് മുഴുവൻ അംഗീകരിക്കാൻ കഴിയില്ല എന്നാ പറഞ്ഞത്. മാന്യമായല്ലാതെ കാരോൾ നടത്തിയാൽ അടി കിട്ടുമെന്നായിരുന്നു BJP നേതാവ് ഷോൺ ജോർജിന്റെ പ്രതികരണം. പള്ളി അറിഞ്ഞ് കരോൾ നടത്തണമെന്ന് നിർബന്ധമില്ല, പക്ഷേ നടത്തുന്ന കരോൾ മാന്യമായിരിക്കണം, നല്ല അടി കിട്ടും. ആക്രമണത്തെ അപലപിച്ച് പാലക്കാട് ബിഷപ്പ് മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ രംഗത്തെത്തി. ഒരു കരോൾ സംഘത്തെ ആക്രമിക്കുക അല്ലെങ്കിൽ അത് വളരെ അപലപനമാണ്. ഏത് തരത്തിലുള്ള ഒരു ആക്രമണം ആയാലും അത് വെറുതെ വഴിയിൽ തടഞ്ഞു നിർത്തി ചോദിച്ചു വിട്ടാൽ പോലും അതൊരു അപലപനീയമായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ വരാൻ പാടില്ല. ക്രിസ്മസുമായി ബന്ധപ്പെട്ട് എവിടെയെങ്കിലും കാരോൾ സംഘത്തെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ പ്രതിരോധിക്കുമെന്ന് DYFI. എവിടെയെല്ലാം കരോളുകൾ അവർ തടസ്സപ്പെടുന്നുണ്ടെങ്കിൽ അവിടെയെല്ലാം പ്രതിഷേധത്തിന്റെ കരോളുമായി DYFI രംഗത്തുണ്ടാവും. ബാൻഡിൽ CPIM എന്നെഴുതിയത് കണ്ട് പ്രകോപിതനായ അശ്വിൻ കുട്ടികളെ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തിയെന്നും മർദ്ദിച്ചുവെന്നും ബാൻഡ് ചവിട്ടിപ്പൊട്ടിച്ചെന്നുമാണ് പരാതി. വധശ്രമം, കലാപശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് RSS പ്രവർത്തകനായ അശ്വിനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തത്. 24 പാലക്കാട്. ക്രിസ്മസ് ആഘോഷങ്ങൾക്കിടെ മധ്യപ്രദേശിൽ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് നേരെ വീണ്ടും ആക്രമണം. മതപരിവർത്തനം ആരോപിച്ച് BJP വനിതാ നേതാവിന്റെ നേതൃത്വത്തിൽ കാഴ്ചപരിമിതിയുള്ള യുവതിയെ അടക്കം കയ്യേറ്റം ചെയ്തു. സമാധാനപരമായി ക്രിസ്മസ് ആഘോഷിക്കാൻ ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടപടിയെടുക്കണമെന്ന് CBCI ആവശ്യപ്പെട്ടു. മധ്യപ്രദേശിലെ ജബൽപൂരിൽ മിഷൻ ഫോർ ദ ബ്ലൈൻഡ് എന്ന സംഘടനയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ആഘോഷ പരിപാടിക്കിടെയാണ് ആക്രമണമുണ്ടായത്. ജോൺസൺ സ്കൂളിന്റെ ഓഡിറ്റോറിയത്തിൽ ശനിയാഴ്ച നടന്ന പരിപാടിക്കിടെ BJP ജില്ലാ വൈസ് പ്രസിഡന്റ് അഞ്ജു ഭാർഗവിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം എത്തിയാണ് സംഘർഷമുണ്ടാക്കിയത്. മതപരിവർത്തനം ആരോപിച്ചാണ് അക്രമി സംഘം സംഘാടകരെ ആക്രമിക്കാൻ ശ്രമിച്ചത്. മതപരിവർത്തനം അല്ലെന്നും എല്ലാ വർഷവും നടക്കുന്ന ആഘോഷ പരിപാടിയാണെന്നും വിശദീകരിച്ച കാഴ്ചപരിമിതിയുള്ള യുവതിയെ അഞ്ജു ഭാർഗവ കയ്യേറ്റം ചെയ്തു. പോലീസിന്റെ സാന്നിധ്യത്തിലാണ് കയ്യേറ്റം നടന്നത്.
എന്നാൽ സംഭവത്തിൽ കേസൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്ന് പോലീസ് അറിയിച്ചു. ക്രിസ്തുമത വിശ്വാസികൾക്കെതിരെ ആക്രമണങ്ങൾ വർദ്ധിക്കുന്നതിൽ CBCI അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി. അഞ്ജു ഭാർഗവയെ BJPയിൽ നിന്നും ഉടൻ പുറത്താക്കണമെന്നും CBCI ആവശ്യപ്പെട്ടു. 24 ഡൽഹി. ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ടിലേക്കാണ്. ക്രിസ്മസ് ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലെ ക്രിസ്ത്യൻ ദേവാലയം സന്ദർശിക്കും. കത്തീഡ്രൽ ചർച്ച് ഓഫ് ദ റിഡംഷൻ ആണ് പ്രധാനമന്ത്രി സന്ദർശിക്കുന്നത്. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. ബൽറാം, ആ കത്തീഡ്രലിന് മുന്നിലാണ് ബൽറാം നിൽക്കുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. മറ്റന്നാൾ രാവിലെ പള്ളിയിലെ ചടങ്ങുകളിലാണോ പ്രധാനമന്ത്രി പങ്കെടുക്കുക? കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തിലൊക്കെ പ്രധാനമന്ത്രി ഈ ക്രിസ്ത്യൻ ദേവാലയങ്ങൾ സന്ദർശിച്ചിരുന്നു അല്ലേ? വിജയകുമാർ, തീർച്ചയായും ഞാനിപ്പോൾ നിൽക്കുന്നത് ഡൽഹിയിലെ കത്തീഡ്രൽ ചർച്ച് ഓഫ് റിഡംഷൻ്റെ മുറ്റത്താണ് ഉള്ളത്. ഈ ഒരു ദേവാലയത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്രിസ്മസ് ദിനത്തിൽ സന്ദർശനം നടത്തുന്നത്. അദ്ദേഹം ഇവിടെ രാവിലെ 8:30 അദ്ദേഹത്തിൻ്റെ സന്ദർശനം എന്നാണ് നിലവിലെ ഷെഡ്യൂൾ അനുസരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ക്രിസ്മസ് ദിനങ്ങളിലെല്ലാം തന്നെ പ്രധാനമന്ത്രി ഡൽഹിയിലെ ദേവാലയങ്ങൾ സന്ദർശിച്ചിരുന്നു. കഴിഞ്ഞ 2 തവണയും അദ്ദേഹം സന്ദർശനം നടത്തിയത് ഡൽഹിയിലെ തിരുഹൃദയ ദേവാലയത്തിലായിരുന്നു. ഗോൾഡഗാന ചൗക്കിന് സമീപമുള്ള തിരുഹൃദയ ദേവാലയത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ സന്ദർശനമെങ്കിൽ ഇത്തവണ അദ്ദേഹം സന്ദർശിക്കുന്നത് ഈ വൈസ്രോയ് ചർച്ച് എന്നുകൂടി പേരിൽ അറിയപ്പെടുന്ന ഡൽഹിയിലെ ഏറ്റവും പുരാതനമായ ദേവാലയങ്ങളിൽ ഒന്നാണ് ഈ ദേവാലയം. ഇത് പാർലമെൻറ്റ് ഹൗസിനും രാഷ്ട്രപതി ഭവനും സമീപത്തായി സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ചർച്ച് അത് ചരിത്രപ്രസിദ്ധം കൂടിയാണ്. ഡൽഹിയിലേക്ക് കൊൽക്കത്തയിൽ നിന്നും തലസ്ഥാനം മാറുന്ന ഘട്ടത്തിൽ വൈസ്രോയ്ക്ക് പ്രാർത്ഥിക്കാനായി നിർമ്മിച്ച ഒരു ദേവാലയം കൂടിയാണ്. പൂർണ്ണമായും ബ്രിട്ടീഷ് മാതൃകയിലാണ് ഈ ദേവാലയം നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തവണ ക്രിസ്മസ് ആഘോഷങ്ങളിൽ രാവിലെ 8:30 പങ്കെടുക്കുക. ഇതുമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷാ പരിശോധനകൾ പ്രാഥമികമായത് എല്ലാം തന്നെ പൂർത്തിയാക്കിയിരിക്കുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഇത്തവണ ക്രിസ്മസ് ദിനത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുമ്പോൾ ഈ ക്രൈസ്തവ വിഭാഗങ്ങൾക്കെതിരായ ആക്രമണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളുടെ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം തന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയേക്കും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന. നേരത്തെ ഈ CBCI ആസ്ഥാനം പ്രധാനമന്ത്രി സന്ദർശിച്ച ഘട്ടത്തിൽ എല്ലാം തന്നെ ഇക്കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ഇന്നും CBCI സമീപ ദിവസങ്ങളിലുണ്ടായ അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇടപെടൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഇത് CNI സഭയുടെ കീഴിൽ വരുന്ന ഒരു ദേവാലയം കൂടിയാണ്. ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്രിസ്മസ് ദിനത്തിലുള്ള ഈ ദേവാലയ സന്ദർശനം ഏറെ പ്രസക്തി വർദ്ധിക്കുന്നത്. ക്രിസ്മസ് ദിനത്തിൽ രാവിലെ 8:30 അദ്ദേഹം സന്ദർശനം നടത്തുക. വിജയകുമാർ. യെസ്, കത്തീഡ്രൽ ചർച്ച് ഓഫ് ദി റിഡംഷൻ അവിടെയാണ് പ്രധാനമന്ത്രി ക്രിസ്മസ് ദിവസം രാവിലെ സന്ദർശനം നടത്തുക. 8:30 അവിടെ പള്ളിയിൽ നടക്കുന്ന ചടങ്ങുകളിൽ അദ്ദേഹം പങ്കെടുക്കും. ഈ സമീപ ദിവസങ്ങളിൽ ഇന്നൊക്കെ ഉണ്ടായ സംഭവങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഉണ്ടാകുമോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. അതേസമയം ക്രിസ്മസ് ആഘോഷങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ ആശങ്കാജനകം എന്ന് സിറോ മലബാർ സഭ പ്രതികരിച്ചു. ആഘോഷങ്ങളോടുള്ള അസഹിഷ്ണുത അപലപനീയമാണ്. ഇത്തരം അക്രമങ്ങൾ നിയന്ത്രിക്കേണ്ടത് ഭരണകൂടത്തിൻ്റെ കടമയാണ് എന്നും ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പ്രസ്താവനയിൽ അറിയിച്ചു. പ്രൈം ടൈമിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇനി പോകുന്നത് ആലപ്പുഴയിലേക്കാണ്. അവിടെ മാവേലിക്കരയിൽ ശസ്ത്രക്രിയക്കിടെ യുവതി മരിച്ച സംഭവത്തിൽ VSM ആശുപത്രിക്കെതിരെ ഗുരുതര ആരോപണവുമായി കുടുംബം രംഗത്ത് വന്നു. കീഹോൾ സർജറിയുടെ ദൃശ്യങ്ങൾ ആശുപത്രി അധികൃതർ നശിപ്പിച്ചു എന്നാണ് പരാതി. ദൃശ്യങ്ങൾ വീണ്ടെടുക്കണമെന്നാവശ്യപ്പെട്ട് ആരോഗ്യമന്ത്രിക്ക് പരാതി നൽകി. വീഴ്ച മറയ്ക്കാനാണ് ദൃശ്യങ്ങൾ നശിപ്പിച്ചതെന്ന് കുടുംബം 24നോട് പറഞ്ഞു. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. ഒരുമാതിരി ഓവർ കോൺഫിഡൻസ് ആയിരുന്നു. അങ്ങനെ കയറ്റി കഴിഞ്ഞ് അവരുടെ കയ്യിൽ നിന്നും വെയിൻ എന്തോ കട്ടായിട്ട് അവർ ഓപ്പൺ സർജറി ചെയ്തു. പറഞ്ഞ് ചെറുതായിട്ട് ബ്ലീഡിങ് ഉണ്ട്, നമ്മൾ ബ്ലഡ് കയറ്റും, കൺട്രോളില്ല, വിഷമിക്കണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മളോട് പറയുന്നത് അവർ കാർഡിയക് അറസ്റ്റാണെന്നാണ് പറയുന്നത്. അവരുടെ ഭാഗം സേഫ് ആക്കി കഴിഞ്ഞ് മാത്രമാണ് അവർ നമ്മളോട് സംസാരിച്ചിട്ടുള്ളത്. അവർക്ക് ഒരു ധൃതിയായിരുന്നു അവിടുന്ന് ആ ബോഡി എത്രയും പെട്ടെന്ന് കൊണ്ടുപോകണം എന്നുള്ള അവരുടെ ധൃതിയായിരുന്നു അവർക്ക്. അവർ പറയുന്ന ആ ദൃശ്യങ്ങളില്ല, CD അത് അവർ പകർത്തിയിട്ടില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷേ എന്തൊരു സംഭവം നടന്നാൽ കീഹോളായാലും ഓപ്പൺ സർജറി ഇത് CD ഉണ്ട്. CD കണ്ടു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയാം. അപ്പോൾ ഇത് അവരുടെ ഭാഗത്തുനിന്ന് ഒത്തിരി ദോഷങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടും. അശ്വിൻ പാലാഴി വിവരങ്ങൾ നൽകും. ആലപ്പുഴയിൽ അശ്വിൻ, അങ്ങേറ്റം നിർഭാഗ്യകരമായ സംഭവമാണ്. ഇന്നലെ ആശുപത്രി അധികൃതർ കാർഡിയാക് അറസ്റ്റാണ്, ഹൃദയാഘാതമുണ്ടായി എന്നാണ് അവരുടെ ഔദ്യോഗിക വിശദീകരണം. പക്ഷേ വളരെ ഗൗരവമുള്ള ഗുരുതരമായ ആരോപണങ്ങളാണല്ലോ കുടുംബം ഇപ്പോൾ ഉന്നയിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ?
വിജയകുമാർ, ഉദര സംബന്ധമായ അസുഖത്തിന് കീഹോൾ സർജറിക്ക് വേണ്ടിയാണ് ധന്യ എന്ന 39 വയസ്സുകാരിയെ ഇന്നലെ BSM ആശുപത്രിയിൽ ഈ കീഹോൾ സർജറിക്ക് വിധേയമാക്കിയത്. പക്ഷേ ആ സർജറിക്കിടെ ഈ യുവതി മരിക്കുകയായിരുന്നു. അതിൻ്റെ കാരണമാണ് കാർഡിയക് അറസ്റ്റ് എന്ന് ആശുപത്രി അധികൃതർ പറയുന്നത്. പക്ഷേ അതല്ല, അതിനപ്പുറം ചികിത്സാ പിഴവ് ഇതിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ കാര്യകാരണങ്ങൾ സഹിതമാണ് കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത്. ഈ കീഹോൾ സർജറിക്കിടെ കരളുമായി ഹൃദയത്തിനോടടുത്ത് കിടക്കുന്ന ഒരു ഞരമ്പ് പൊട്ടി എന്നുള്ളതാണ് കുടുംബത്തിൻ്റെ പരാതി. അത് ആശുപത്രി അധികൃതരും ഇത്തരത്തിലൊരു രക്തസ്രാവത്തിൻ്റെ സാധ്യതകൾ പറയുന്നുണ്ടായിരുന്നു. അതാണ് മരണകാരണമെന്ന് ബന്ധുക്കൾ പറയുന്നുണ്ട്. പക്ഷേ ഇത് വ്യക്തമാകണമെങ്കിൽ ഒരു വിദഗ്ധ അന്വേഷണത്തിൻ്റെ ആവശ്യമുണ്ട്. ആ വിദഗ്ധ അന്വേഷണം ആവശ്യപ്പെട്ട നിലവിൽ ഈ കുടുംബം ആരോഗ്യമന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. അതിൽ ആരോഗ്യമന്ത്രി ഇടപെടണം എന്നുള്ളതാണ് നിലവിലെ ആവശ്യം. അതിന് പുറത്തേക്ക് ഈ കീഹോൾ സർജറി അടക്കം നടത്തുമ്പോൾ ഈ ആശുപത്രി അധികൃതർ നടത്തുന്ന കീഹോൾ സർജറിയുടെ ഉപകരണത്തിനൊപ്പം ഒരു ക്യാമറ കൂടി ഈ ശരീരത്തിനകത്തേക്ക് കയറ്റി വിടുന്നുണ്ട്. ആ ക്യാമറ വഴി എന്താണ് ഇതിനുള്ളിൽ നടന്നത് എന്ന് വ്യക്തമായി മനസ്സിലാകും. ഏതെങ്കിലും തരത്തിൽ ചികിത്സാ പിഴവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുകൂടി വ്യക്തമാകുന്നതാണ് ഈ ദൃശ്യങ്ങൾ. ആ ദൃശ്യങ്ങൾ ആശുപത്രി അധികൃതർ നശിപ്പിച്ചു കളഞ്ഞു എന്നുള്ളതാണ് കുടുംബത്തിൻ്റെ പരാതി. ആ ദൃശ്യങ്ങൾ നൽകാനാവില്ല എന്നുള്ളതാണ് നിലവിൽ ആശുപത്രി അധികൃതർ കുടുംബത്തിന് നൽകിയിരിക്കുന്ന മറുപടിയും. ആ ദൃശ്യങ്ങൾ വേണം എന്ന ആവശ്യം കൂടി നിലവിൽ ആരോഗ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ കുടുംബം ഉന്നയിച്ചിട്ടുണ്ട്. അത് ലഭിക്കുമ്പോൾ എന്താണ് അകത്ത് നടന്നത്, ഈ കീഹോൾ സർജറിയുമായി ബന്ധപ്പെട്ട് നടന്ന പ്രശ്നമാണോ ഈ രക്തസ്രാവം ഉണ്ടാകാൻ കാരണം എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരും. എന്തായാലും നിലവിൽ കാർഡിയക് അറസ്റ്റാണ് മരണകാരണം എന്നുള്ളതല്ലാതെ മറ്റൊരു വിശദീകരണവും ആശുപത്രി അധികൃതർ നൽകുന്നില്ല. പരാതിയുമായി മുന്നോട്ട് പോകാനാണ് നിലവിൽ തീരുമാനം. 2 കുഞ്ഞു കുട്ടികളാണ് ധന്യക്കുള്ളത്. നിലവിൽ മൃതദേഹം വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. നാളെയാണ് സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നത്. വിദേശത്തായിരുന്ന ഭർത്താവ് നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. വിജയകുമാർ. ശരി അശ്വിൻ, എന്തായാലും അതിൽ സമഗ്രമായ പരിശോധന, അന്വേഷണം നടക്കട്ടെ. ആരോഗ്യമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടാകും എന്ന് നമുക്ക് കരുതാം. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്. ജയിലിലെ തടവുകാർക്ക് സൗകര്യമൊരുക്കാൻ ലക്ഷങ്ങൾ കൈക്കൂലി വാങ്ങിയ DIG MK വിനോദ് കുമാറിന് സസ്പെൻഷൻ. ജയിൽ ആസ്ഥാനത്തെ DIG ആയി തുടർന്നാൽ കേസിനെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്ന വിജിലൻസ് റിപ്പോർട്ട് പരിഗണിച്ചാണ് നടപടി. വിജിലൻസ് റിപ്പോർട്ട് സമർപ്പിച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും നടപടിയെടുക്കാത്തതിൽ ആക്ഷേപം ഉയർന്നിരുന്നു. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതി കൊടിസുനി ഉൾപ്പെടെയുള്ളവരിൽ നിന്നും MK വിനോദ് കുമാർ ലക്ഷങ്ങൾ കൈക്കൂലി വാങ്ങിയെന്ന പ്രാഥമിക അന്വേഷണത്തിൽ വിജിലൻസ് കണ്ടെത്തിയിരുന്നു. 2022-ലും 2023-ലും MK വിനോദ് കുമാറിനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട റിപ്പോർട്ടുകളും കത്തുകളും ഉദ്യോഗസ്ഥർ ആഭ്യന്തര വകുപ്പിന് നൽകിയെങ്കിലും വിനോദ് കുമാർ തന്നെ ഇടപെട്ട് അട്ടിമറിച്ചിരുന്നു. വിയ്യൂർ ജയിലിൽ നടപ്പാക്കിയ ഔഷധ സസ്യകൃഷിയിലെ സാമ്പത്തിക ക്രമക്കേട്, അധികാരപരിധി വിട്ട് നടത്തിയ ഔദ്യോഗിക യാത്ര എന്നിവയിലായിരുന്നു നടപടിയെടുക്കാതെ സംരക്ഷിച്ചത്. പിന്നാലെയാണ് കൊടും കുറ്റവാളികൾക്ക് അന്യായമായി പരോൾ നൽകാനും സൗകര്യങ്ങൾ ലഭ്യമാക്കാനും കൈക്കൂലി വാങ്ങിയെന്ന് കണ്ടെത്തിയത്. വിനോദ് കുമാറിനെ സസ്പെൻഡ് ചെയ്തില്ലെങ്കിൽ തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് കാട്ടിയായിരുന്നു വിജിലൻസ് ഡയറക്ടർ ശുപാർശ റിപ്പോർട്ട് നൽകിയത്. റിപ്പോർട്ട് നൽകി 4 ദിവസം കഴിഞ്ഞിട്ടും നടപടിയെടുക്കാതിരുന്നത് ചർച്ചയായിരുന്നു. പിന്നാലെയാണ് ആഭ്യന്തര വകുപ്പ് ഇന്ന് MK വിനോദ് കുമാറിനെ സസ്പെൻഡ് ചെയ്ത് ഉത്തരവിറക്കിയത്. വിജിലൻസ് അന്വേഷണത്തിന്റെ ഭാഗമായി വിനോദ് കുമാറിന്റെ പൂജപ്പുരയിലെ ക്വാർട്ടേഴ്സിലും ആലപ്പുഴയിലെ വീട്ടിലും വിജിലൻസ് കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയിരുന്നു. 24 തിരുവനന്തപുരം. പാലക്കാട് വാളയാറിൽ അതിഥി തൊഴിലാളി രാംനാരായൺ ബഗേലിനെ ആൾക്കൂട്ടം മർദ്ദിച്ചു കൊലപ്പെടുത്തിയ സംഭവത്തിൽ അന്വേഷണത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ പോലീസിന് ഗുരുതര വീഴ്ച. മർദ്ദനം നടത്തിയ പലരും രക്ഷപ്പെട്ടു എന്നാണ് നിഗമനം. അതിനിടെ കേസിൽ 2 പേർ കൂടി അറസ്റ്റിലായി. പ്രതികൾക്കെതിരെ പോലീസ് ഗുരുതര വകുപ്പുകൾ ചുമത്തി. രാംനാരായണിന്റെ മൃതദേഹം ജന്മനാടായ ഛത്തീസ്ഗഡിലേക്ക് കൊണ്ടുപോയി. കഴിഞ്ഞ ബുധനാഴ്ചയാണ് ആൾക്കൂട്ടത്തിന്റെ അതിക്രൂര മർദ്ദനത്തിനിരയായി രാംനാരായൺ കൊല്ലപ്പെട്ടത്. ആദ്യ ദിവസങ്ങളിൽ പിടികൂടാൻ കഴിയാത്തതിനെ തുടർന്ന് പലരും രക്ഷപ്പെട്ടെന്ന സംശയമാണ് ഉയരുന്നത്. മർദ്ദനത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ ശേഖരിക്കാൻ കഴിയാത്തതും വീഴ്ചയായി. ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോണുകൾ ഇതിനകം നശിപ്പിക്കപ്പെട്ടിരിക്കാമെന്നാണ് നിഗമനം. ഇതിനിടെ ആൾക്കൂട്ട കൊലയിൽ 2 പേർ കൂടി അറസ്റ്റിലായി. വിനോദ്, ജഗദീഷ് എന്നിവരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. ആൾക്കൂട്ടക്കൊലയ്ക്ക് പിന്നിൽ RSS എന്ന ആരോപണം CPIM ആവർത്തിച്ചു. ക്രൂരകൃത്യത്തിന് പിന്നിലെ സംഘപരിവാർ ബന്ധം ഇപ്പോൾ മറന്നേക്ക് പുറത്തു വന്നിരിക്കുകയാണ്. ആരോപണത്തിൽ BJPയുടെ മറുപടി ഇങ്ങനെ: MP രാജേഷും DCC പ്രസിഡന്റും പരസ്യമായിട്ട് കേരളത്തിലെ ജനതയോട് മാപ്പ് പറയാൻ തയ്യാറാവണം. പ്രതികളുടെ അനുഭാവം ഉൾപ്പെടെയുള്ള മറ്റു കാര്യങ്ങൾ കേസിന് ആവശ്യമെങ്കിൽ പിന്നീട് അന്വേഷിക്കുമെന്ന് DGP റവാഡ ചന്ദ്രശേഖർ. അതിലുള്ള പ്രതികൾ അറസ്റ്റ് ചെയ്യുക പോലീസിന്റെ ദൗത്യമാണ്. അത് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് അതർ തിങ്സ് ഓഫ് നോ
അവർക്കുള്ള അനുഭവങ്ങളോ ഇതെല്ലാം സെക്കൻഡറി ടു വാസ് ആക്ച്വലി. അതേസമയം രാംനാരായണിന്റെ മൃതദേഹം വിമാനമാർഗം ജന്മനാടായ ഛത്തീസ്ഗഡിലെത്തിച്ചു. ആൾക്കൂട്ടക്കൊലയിൽ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായി സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു. രാംനാരായണന്റെ കുടുംബത്തിന് ഛത്തീസ്ഗഡ് സർക്കാർ 5 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. 24 പാലക്കാട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പുരാവസ്തു മാഫിയ തലവൻ ഡി മണി എന്ന ദാവൂദ് മണിയെ കേന്ദ്രീകരിച്ച് SIT അന്വേഷണം. ചെന്നൈയിലുള്ള ഡി മണിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായും സ്മാർട്ട് ക്രിയേഷൻസുമായും ബന്ധമുണ്ട് എന്ന നിർണായക മൊഴി അന്വേഷണ സംഘത്തിന് ലഭിച്ചു. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള BJP സംസ്ഥാന അധ്യക്ഷന്റെ ഹർജി ക്രിസ്മസ് അവധിക്ക് ശേഷം ഹൈക്കോടതി പരിഗണിക്കും. ശബരിമലയിൽ നിന്ന് സ്വർണം കൂടാതെ പഞ്ചലോഹ വിഗ്രഹങ്ങളും കടത്തിയെന്നാണ് രമേശ് ചെന്നിത്തല സൂചിപ്പിച്ച വ്യവസായി അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയത്. 2019-20 കാലഘട്ടങ്ങളിലായി 4 വിഗ്രഹങ്ങളാണ് ഇത്തരത്തിൽ രാജ്യാന്തര പുരാവസ്തു കടത്ത് സംഘത്തിന് കൈമാറിയത്. ഡി മണി എന്നറിയപ്പെടുന്ന ചെന്നൈ സ്വദേശിയാണ് വിഗ്രഹങ്ങൾ വാങ്ങിയത്. 2020 ഒക്ടോബർ 26-ന് തിരുവനന്തപുരത്ത് വെച്ച് പണം കൈമാറ്റം നടന്നു. ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു ഉന്നതനും ഈ കച്ചവടത്തിൽ പങ്കെന്നാണ് വ്യവസായിയുടെ മൊഴിയിലുള്ളത്. ഉന്നതനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഡി മണിയും മാത്രമാണ് തിരുവനന്തപുരത്ത് നടന്ന പണം കൈമാറ്റത്തിൽ പങ്കെടുത്തതെന്നും വ്യവസായി മൊഴി നൽകി. ശബരിമലയിലെ സ്വർണം പൊതിഞ്ഞ പാളികൾ ഉരുക്കിയെന്ന മൊഴി SIT വിശ്വാസത്തിലെടുത്തിട്ടില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയും പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും വിവരം നൽകാത്തതും പ്രതിസന്ധിയാണ്. പാളികൾ ഉരുക്കിയെടുത്ത സ്വർണമെന്ന നിലയിൽ ഗോവർദ്ധൻ SITക്ക് സ്വർണം നൽകിയത് അന്വേഷണം വഴിതെറ്റിക്കാനാണെന്നും SIT വിലയിരുത്തുന്നു. ശബരിമലയിൽ നിന്നും ശേഖരിച്ച സ്വർണത്തിന്റെ BSSCയിലെ പരിശോധനാ ഫലം നിർണായകമാകും. ഷഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട നടപടിക്രമം പുനഃപരിശോധിക്കുന്ന നടപടികളിൽ അനിശ്ചിതത്വം. പുനഃപരിശോധനയ്ക്കായി രൂപീകരിച്ച മന്ത്രിസഭാ ഉപസമിതി ഒരു തവണ പോലും യോഗം ചേരാത്തതിൽ അതൃപ്തിയിലാണ് CPI. ഉപസമിതി ചേരുന്നതിൽ നാളെ തീരുമാനമെടുക്കുമെന്ന് സമിതി അധ്യക്ഷൻ മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു. മന്ത്രിസഭയോ മുന്നണിയോ അറിയാതെ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത് LDFൽ വൻ വിവാദമായിരുന്നു. CPM കേന്ദ്ര നേതൃത്വം മുൻകൈയെടുത്തുണ്ടാക്കിയ സമാധാന സന്ധിയിൽ ഉരുത്തിരിഞ്ഞ ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ രണ്ടായിരുന്നു. 1. പദ്ധതി മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് കത്ത് നൽകുക. 2. പദ്ധതി പുനഃപരിശോധിക്കുന്നതിനെക്കുറിച്ച് പഠിക്കാൻ 7-അംഗ മന്ത്രിസഭാ ഉപസമിതി. തീരുമാനമെടുത്ത് 2 ആഴ്ച കഴിഞ്ഞ ശേഷം കേന്ദ്ര സർക്കാരിന് കത്തയച്ചു. എന്നാൽ മന്ത്രിസഭാ ഉപസമിതി ചേരുന്നതിൽ അനിശ്ചിതത്വം തുടരുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പുകളുടെ തിരക്ക് കഴിഞ്ഞിട്ടും നിർണായക രാഷ്ട്രീയ പ്രശ്നത്തിൽ രൂപീകരിച്ച ഉപസമിതി യോഗം എന്ന് ചേരുമെന്നതിൽ വ്യക്തതയില്ല. യോഗം ചേരാത്തത് എന്തുകൊണ്ടാണെന്ന കാര്യത്തിൽ മന്ത്രിമാർക്കും തിട്ടമില്ല. യോഗം വൈകുന്നതിൽ CPIക്ക് കടുത്ത അതൃപ്തിയുണ്ട്. എന്നാൽ നേതൃത്വം പരസ്യപ്രതികരണത്തിന് തയ്യാറാകുന്നില്ലെന്ന് മാത്രം. ഉപസമിതി ചേരാൻ വൈകിയാൽ പുനഃപരിശോധന അത്രയും വൈകുമല്ലോ എന്ന് ആശ്വാസം കൊള്ളുന്നവരും സ്വീകരിച്ച മന്ത്രി വി ശിവൻകുട്ടി ഉപസമിതിയുടെ തീയതി ഉടൻ തീരുമാനിക്കുമെന്ന് അറിയിച്ചു. നാളത്തെ ക്യാബിനറ്റ് തീരുമാനിക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് ആ കമ്മിറ്റി എടുത്ത ശേഷം ഞങ്ങളെല്ലാം തെരഞ്ഞെടുപ്പിൽ പ്രവർത്തനത്തിൽ പോയി. R. ശ്രീജിത്ത്, 24 തിരുവനന്തപുരം. അധ്യാപകർക്കുള്ള യോഗ്യതാ പരീക്ഷ കേട്ടെട്ട് നിർബന്ധമാക്കിയ സുപ്രീം കോടതി ഉത്തരവ് അവഗണിച്ചു PSC. പുതിയ PSC നോട്ടിഫിക്കേഷനിൽ കേട്ടെട്ടിന് ഇളവ് നിലനിർത്തി. ഏതെങ്കിലും വിഷയത്തിൽ M.Ed ഉള്ളവർക്ക് ഇളവ് നൽകിയിരിക്കുകയാണ്. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത്. ഉമേഷ്, അങ്ങനെ സുപ്രീം കോടതിയുടെ ഈ ഉത്തരവ് നിലനിൽക്കെ എങ്ങനെയാണ് ഇളവ് നൽകാൻ കഴിയുക? അത് തുടർ നിയമപ്രശ്നങ്ങളിലേക്കൊക്കെ കടക്കില്ലേ? ഗുഡ് ഈവനിങ് വിജയകുമാർ. കഴിഞ്ഞ 3 മാസം മുൻപാണ് 1-ാം ക്ലാസ് മുതൽ 8-ാം ക്ലാസ് വരെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ അടിസ്ഥാന യോഗ്യതയായി കേറ്ററ്റ് നിർബന്ധമാണെന്ന് കാണിച്ചുകൊണ്ട് സുപ്രീം കോടതി ഉത്തരവിറക്കിയത്. അതിപ്പോൾ സർവീസിൽ തുടരുന്ന അധ്യാപകർക്ക് കൂടി ബാധകമാക്കിയിട്ടുമുണ്ട്. അതായത് ഇപ്പോൾ സർവീസിൽ തുടരുന്ന 1-ാം ക്ലാസ് മുതൽ 8-ാം ക്ലാസ് വരെ പഠിപ്പിക്കുന്ന ഏകദേശം 65,000-ഓളം അധ്യാപകരുടെ ജോലി തന്നെ പ്രതിസന്ധിയിലായിരിക്കുന്ന നിലവിൽ സാഹചര്യമുണ്ട്. അവർ ഈ ജോലിയിൽ തുടരുന്ന അധ്യാപകർ 5 വർഷത്തിനകം ഈ കേറ്ററ്റ് പാസ്സാവണം. പുതുതായി അപേക്ഷിക്കുന്നവർക്കെല്ലാം ഈ കേറ്ററ്റ് നിർബന്ധവുമാക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ PSC ഇറക്കിയിരിക്കുന്ന നോട്ടിഫിക്കേഷൻ, അതായത് 41 നോട്ടിഫിക്കേഷനുകൾ PSC നോട്ടിഫിക്കേഷനായി ഇറക്കിയിട്ടുണ്ട് ഈ അധ്യാപകരുടെ ഒഴിവുകൾ നികത്താനായി. അതിൽ 6 നോട്ടിഫിക്കേഷൻ നേരത്തെ തന്നെ കഴിഞ്ഞതാണ്. ബാക്കി 35 നോട്ടിഫിക്കേഷൻ ഇപ്പോഴും ലൈവാണ്. അതിൽ കേട്ടറ്റ് നിർബന്ധമാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ മറ്റൊരു ഭാഗത്ത് ഇളവുകൾ എന്ന ഭാഗത്താണ് ഈ കേട്ടറ്റ് വിവിധ വിഭാഗങ്ങളിൽ, അതായത് CTET, നെറ്റ്, ഒപ്പം സെറ്റ്, കൂടാതെ M.Ed,
PhD, MPhil എന്നീ യോഗ്യതകളുള്ളവർക്ക് ഈ കേറ്ററ്റ് നിർബന്ധമല്ല, ഇളവുണ്ട് എന്നുള്ള രീതിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഇത്തരത്തിൽ 1 മുതൽ 8ാം ക്ലാസ് വരെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന അധ്യാപകർക്ക് അവർക്ക് കേറ്ററ്റ് ഇല്ലെങ്കിലും അവർക്ക് PhD-യോ MPhil-ഓ ഒപ്പം നെറ്റോ സീറ്ററ്റോ ഉണ്ടെങ്കിൽ അവർക്ക് ഇതിൽ അപേക്ഷിക്കാം. ഒപ്പം ഏതെങ്കിലും ഒരു വിഷയത്തിൽ MEd ഉണ്ടെങ്കിലും അപേക്ഷിക്കാം എന്നുള്ളതാണ് ഈ ഇളവായി പറയുന്നത്. പക്ഷേ ഇത്തരമൊരു ഇളവ് അംഗീകരിക്കാനാകില്ല എന്നുള്ളത് കൃത്യമായി സുപ്രീം കോടതി വിധി തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. 3 മാസം മുൻപുള്ള വിധിയിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. എന്നാൽ 2016-ൽ ഇത്തരത്തിൽ കേറ്ററ്റിന് ഒരു ഇളവ് നൽകി സർക്കാർ ഒരു ഉത്തരവിറക്കിയിരുന്നു. ആ ഉത്തരവ് ഈ സുപ്രീം കോടതി വിധിയോടുകൂടി ഇല്ലാതാവുകയാണ്. പക്ഷേ ഈ സുപ്രീം കോടതി വിധിയോടുകൂടി ഇല്ലാതാകും എന്നുള്ള സാഹചര്യം നിലനിൽക്കുമ്പോഴും 2016-ലെ ഉത്തരവ് കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ PSC നോട്ടിഫിക്കേഷനിൽ ഇളവ് നൽകിയിരിക്കുന്നത്. ഈ ഇളവ് അനുസരിച്ച് PSC-യിൽ അപേക്ഷിച്ച് ഏതെങ്കിലും കേറ്ററ്റില്ലാത്ത ഉദ്യോഗസ്ഥർ ജോലിയിൽ പ്രവേശിച്ചാൽ ഒരുപക്ഷെ അവരുടെ ജോലി സാധ്യത പോലും ചോദ്യം ചെയ്യാവുന്ന നില നിലനിൽക്കുന്നുണ്ട്. PSC-യുമായി ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത്, അനൗദ്യോഗികമായി പറയുന്നത്, സാധാരണഗതിയിൽ ഈ ക്വാളിഫിക്കേഷൻ നിശ്ചയിച്ച് നൽകുന്നത് ഈ അതാത് വകുപ്പുകളാണ് എന്നുള്ള വിശദീകരണമാണ്. അതായത് അതാത് വകുപ്പുകൾ പറയുന്ന ക്വാളിഫിക്കേഷൻ അനുസരിച്ചാണ് PSC നോട്ടിഫിക്കേഷൻ ഇറക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംബന്ധിച്ച വിശദീകരണം നൽകുമെന്ന് പ്രതീക്ഷിക്കാം. നിലവിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇത് സംബന്ധിച്ച ഒരു വിശദീകരണം ഇതുവരെ നൽകിയിട്ടില്ല. വിജയകുമാർ. ശരി, ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും അത് ഈ PSC ഈ തരത്തിൽ അതിൽ ഇളവ് നൽകിയാൽ തുടർ നിയമപ്രശ്നങ്ങൾ ഉണ്ടാക്കും. അത് കണക്കിലെടുത്ത് PSC ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം കൂടുതൽ വഷളാകുന്നു. ഡൽഹിയിലും മുംബൈയിലും ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് മുന്നിൽ ഹിന്ദു സംഘടനകളുടെ പ്രതിഷേധം. ബംഗ്ലാദേശ് സർക്കാരിന്റെ മുഖ്യ ഉപദേശകൻ മുഹമ്മദ് യൂനിസിന്റെ കോലം കത്തിച്ചായിരുന്നു പ്രതിഷേധം. വിസ വിതരണവും കോൺസുലാർ സേവനവും താൽക്കാലികമായി നിർത്തി എന്ന് ബംഗ്ലാദേശ് ഹൈക്കമ്മീഷൻ അറിയിച്ചു. ധാക്കയിലെ ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥനെ ബംഗ്ലാദേശ് വിളിച്ചു വരുത്തി. ഇന്ത്യൻ ഹൈക്കമ്മീഷണർ പ്രണയ് വർമ്മയെയാണ് ബംഗ്ലാദേശ് വിളിച്ചു വരുത്തിയത്. തങ്ങളുടെ നയതന്ത്ര കാര്യാലയങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കാൻ ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം ഹൈക്കമ്മീഷണറോട് ആവശ്യപ്പെട്ടു. ബംഗ്ലാദേശ് സംഘർഷത്തിനിടെ മതനിന്ദ ആരോപിച്ച് ദീപു ചന്ദ്രദാസിനെ ആൾക്കൂട്ടം കൊലപ്പെടുത്തിയതിനെതിരെയാണ് കൊൽക്കത്തയിലും ഡൽഹിയിലും ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് മുന്നിലും പ്രതിഷേധം. വിശ്വ ഹിന്ദു പരിഷത്തിന്റെയും ഹൈന്ദവ സംഘടനകളുടെയും നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. जिस प्रकार से अवैध बांग्लादेशी घुसपैठिए रह रहे हैं उनको जल्द से जल्द भारत से बाहर निकाला जाए, अन्यथा बजरंग दल अपनी कार्रवाई करेगा, उनको बाहर का रास्ता दिखाएगा. ഡൽഹിയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് മുന്നിൽ സുരക്ഷ വർദ്ധിപ്പിച്ചു. വിസ സേവനങ്ങൾ താൽക്കാലികമായി നിർത്തി. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ വിസ വിതരണമോ സേവനങ്ങളോ ഉണ്ടാകില്ല എന്ന് അധികൃതർ അറിയിച്ചു. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ മുംബൈയിലും ബംഗ്ലാദേശ് കമ്മീഷന് മുന്നിൽ പ്രതിഷേധം നടന്നു. പ്രതിഷേധക്കാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബംഗ്ലാദേശിലെ ചിറ്റഗോങ്ങിൽ ഇന്ത്യ വിസ സെന്ററിലെ സേവനങ്ങൾ പ്രതിഷേധങ്ങളെ തുടർന്ന് ഇന്ത്യയും നിർത്തിവച്ചിരുന്നു. ബംഗ്ലാദേശിൽ ദീപു ചന്ദ്രദാസിനെ ആൾക്കൂട്ടം കൊലപ്പെടുത്തിയതിനെതിരെയായിരുന്നു ഡൽഹിയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് മുന്നിലെ പ്രതിഷേധം. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. ഡൽഹിയിൽ നിന്ന് ക്യാമറാമാൻ ആശിഷ് മട്ടുവിനൊപ്പം വിനീത VG 24. ഇനി ശബരിമല വാർത്തകൾ. ശരണം സന്നിധാനം കോ പവേർഡ് ബൈ രമേശ് RG നല്ലെണ്ണ. ആർജിക്കാം നല്ലൊരു പ്രാർത്ഥനാശീലം. കളർ മങ്ങാത്ത വൃത്തി. ലേക്ക് റോൾ കാർ ഷാംപൂ. തരിതരിയായ GRB നെയ്. പ്യുവറാണ്, അത് ഷുവറാണ്. കോ സ്പോൺസർഡ് ബൈ BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ശബരിമല സന്നിധാനത്ത് ഭക്തിസാന്ദ്രമായി കർപ്പൂരാഴി. മണ്ഡലപൂജയ്ക്ക് മുന്നോടിയായി സന്നിധാനത്തെ ദേവസ്വം ജീവനക്കാരുടെ വഴിപാടായാണ് കർപ്പൂര ദീപഘോഷയാത്ര സംഘടിപ്പിച്ചത്. തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് തിരി തെളിയിച്ചാണ് കർപ്പൂര ഘോഷയാത്രയ്ക്ക് തുടക്കം കുറിച്ചത്. മണ്ഡലപൂജയ്ക്ക് അയ്യപ്പന് ചാർത്താനുള്ള തങ്കയങ്കിയും വഹിച്ച് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ട രഥഘോഷയാത്ര വെള്ളിയാഴ്ച സന്നിധാനത്തെത്തും. മണ്ഡലപൂജയ്ക്ക് 4 ദിവസം മാത്രം ബാക്കി നിൽക്കെ വൻ ഭക്തജന തിരക്കാണ് ശബരിമലയിൽ അനുഭവപ്പെടുന്നത്. ശനിയാഴ്ചയാണ് മണ്ഡലപൂജ. ഇപ്പോൾ വരുന്ന മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. മലയാളി CISF ഉദ്യോഗസ്ഥൻ ട്രെയിനിൽ നിന്ന് വീണു മരിച്ചു. ചേർത്തല സ്വദേശി റെന്നീസ് ആണ് മരിച്ചത്. രാജ്കോട്ട് എയർപോർട്ടിൽ ജോലി ചെയ്തിരുന്ന റെന്നീസ് നാട്ടിലേക്കുള്ള യാത്രയിലായിരുന്നു. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ശ്രീനാഥ്, എങ്ങനെയാണ് ഈ അപകടമുണ്ടായത്? വിജയകുമാർ, കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ ഗാന്ധിധാം തിരുനെൽവേലി ഹംസഫർ എക്സ്പ്രസിൽ നാട്ടിലേക്കുള്ള യാത്രയിലായിരുന്നു റെന്നീസ്. 52 വയസ്സാണ്. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ ചില സഹപ്രവർത്തകരും ഉണ്ടായിരുന്നു. പക്ഷേ രാത്രി 10 മണിക്ക് ശേഷം എല്ലാവരും ഉറങ്ങാൻ കിടന്നതാണ്. പക്ഷെ പുലർച്ചെ മഡ്ഗാവ് എത്തുന്നതോടെ
എഴുന്നേറ്റ സമയത്താണ് സഹപ്രവർത്തകർ ആ ബർത്തിൽ റെന്നീസ് ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. B5 കോച്ചിലായിരുന്നു റെന്നീസ് ഉണ്ടായിരുന്നത്. പിന്നാലെ പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്തു. റെന്നീസിന്റെ മൊബൈൽ ഫോണും മറ്റുമൊക്കെ ഈ ബർത്തിൽ തന്നെ ഉണ്ടായിരുന്നതുമാണ്. രാവിലെ ഈ പുലർച്ചെ രാത്രി സമയത്ത് ശുചിമുറിയിലേക്ക് മറ്റും പോയതാവാം എന്നതായിരുന്നു അവർ പ്രതീക്ഷിച്ചത്. പക്ഷേ റെന്നീസിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല അന്വേഷണത്തൊടുവിൽ. അങ്ങനെയാണ് പോലീസിൽ പരാതി നൽകുന്നതും പോലീസ് അന്വേഷണം നടത്തുകയും ചെയ്തത്. അങ്ങനെ കങ്കാവലിക്കും സിന്ധുദുർഗിനും ഇടയിലുള്ള ഒരു ഇടത്ത് നിന്ന് റെയിൽവേ ട്രാക്കിന് സമീപമായി റെന്നീസിന്റെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. ഇപ്പോൾ സിന്ധുദുർഗിയിലെ സർക്കാർ ആശുപത്രിയിലാണ് മൃതദേഹം ഉള്ളത്. ബന്ധുക്കൾ ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഈ സിന്ധുദുർഗിലേക്കുള്ള യാത്രാ മധ്യയാണ്. വിജയകുമാർ, അദ്ദേഹം രാജ്കോട്ട് എയർപോർട്ടിൽ ജോലി ചെയ്യുകയായിരുന്നു. നാട്ടിലേക്ക് ആലപ്പുഴയിലേക്ക് വരികയായിരുന്നു. അതിനിടെയാണ് ഈ ദാരുണ സംഭവം ഉണ്ടായത്. ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് മുംബൈയിൽ നിന്ന്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് കാണാതായ ഏക മകനെ തേടുകയാണ് വയനാട്ടിലെ ഒരമ്മ. പരാതിയിൽ മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തിട്ടുണ്ട് എങ്കിലും ഒരു വിവരവും ഇതുവരെ ലഭിച്ചിട്ടില്ല. മെഡിക്കൽ കോളേജിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ എന്തെങ്കിലും വിവരം ലഭിക്കുമെന്നും അതിന് പോലീസ് തയ്യാറായില്ല എന്നും പരാതിയുണ്ട്. എന്റെ മോനെ എനിക്ക് തിരിച്ചു കിട്ടണം. മുട്ടിൽ തൃക്കേപ്പറ്റയിൽ താമസിക്കുന്ന ബിനിഷയുടെ മകൻ ആദർശിനെയാണ് കാണാതായത്. പ്രായം 29 വയസ്സ്. കഴിഞ്ഞ 18-ാം തീയതി ആദർശ് തലകറങ്ങി വീണതിനെ തുടർന്ന് ചികിത്സയിലെന്നറിയിച്ച് മെഡിക്കൽ കോളേജിൽ നിന്ന് ഫോൺ വിളിച്ചതായി ബിനിഷ പറയുന്നു. 20-നാണ് കാണാതാകുന്നത്. അവൻ ഇവിടെ അഡ്മിറ്റാണ്. 4-ാം വാർഡിലുണ്ടെന്ന് പറഞ്ഞു. 4-ാം വാർഡിലുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേനും എനിക്ക് സന്തോഷമായി. എൻ്റെ മോൻ അവിടെ ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട് നിൽക്കുമ്പോഴത്തേന് പുള്ളി അകത്തോട്ട് കയറി പോയിട്ട് തിരിച്ച് പെട്ടെന്ന് ഒന്ന് പറയുന്നു, അവ ഇവിടെ ഇല്ല, അവൻ പോയി എന്ന് പറഞ്ഞു. മെഡിക്കൽ കോളേജ് പരിസരത്തെല്ലാം തിരഞ്ഞു. എന്നിട്ടും കണ്ടെത്താനായില്ല. മകനെ കാണാനില്ലെന്നറിയിച്ച് പോലീസിൽ പരാതി നൽകി. കേസെടുത്തെങ്കിലും നടപടികൾ എങ്ങുമെത്തിയിട്ടില്ല. ആശുപത്രിയിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ മകന്റെ തിരോധാനത്തെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുമെന്നും ഈ അമ്മ പറയുന്നുണ്ട്. എൻ്റെ മോനെ കിട്ടണമെങ്കിൽ ആദ്യം ആ ഹോസ്പിറ്റലിലെ CCTV നോക്കണം. കാരണം അവൻ അകത്ത് കയറിയിട്ട് അവൻ പുറത്ത് പോയിട്ടുണ്ടോ, അവൻ എങ്ങോട്ട് പോയി, ഈ CCTV നോക്കി അത് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ഇലക്ട്രീഷ്യൻ ജോലിയാണ് ആദർശിന്. സുഹൃത്തുക്കൾ സാമ്പത്തികമായി ചതിച്ചതിന്റെ മാനസിക പ്രയാസം ഉണ്ടായിരുന്നുവെന്നാണ് അമ്മ പറയുന്നത്. ഇതേ തുടർന്ന് കൗൺസിലിംഗ് നൽകിയിരുന്നു. ഇത്ര ദിവസമായിട്ടും ഒരു വിവരവും ലഭിക്കാത്തതിന്റെ ആശങ്കയുണ്ട് ഈ അമ്മയ്ക്ക്. പോലീസ് അന്വേഷണം കാര്യക്ഷമമാക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. 24 വയനാട്. പ്രൈം ടൈമിലേക്ക് വീണ്ടും സ്വാഗതം. പ്രധാന വാർത്തകളുമായി ന്യൂസ് എക്സ്പ്രസ് ആരംഭിക്കുന്നു. സംസ്ഥാനത്ത് SIR കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. 24,08,503 പേർ പട്ടികയ്ക്ക് പുറത്തായി. 6,45,000 പേരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. ജനുവരി 22 വരെ കരട് പട്ടികയിൽ പരാതികൾ അറിയിക്കാം. അന്തിമ പട്ടിക ഫെബ്രുവരി 21 പ്രസിദ്ധീകരിക്കും. നമ്മൾ എല്ലാ ജനങ്ങളോട് ആവശ്യപ്പെടുന്നത് താങ്കളുടെ പേര് ഡ്രാഫ്റ്റ് റോളിൽ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. പിന്നെ ഏതെങ്കിലും വിധത്തിലുള്ള ക്ലെയിംസ്, ഒബ്ജെക്ഷൻസ്, സ്ഥലം മാറ്റാൻ ഇല്ല പോളിംഗ് സ്റ്റേഷൻ മാറ്റാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിലവിലുള്ള ഫോം ഫിൽ ചെയ്തിട്ട് അത് നമുക്ക് ലഭ്യമാക്കണം. കൂടുതൽ സമയം വേണമെന്ന സർക്കാരിന്റെ ആവശ്യം തള്ളി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പാലക്കാട് പുതുശ്ശേരിയിൽ ക്രിസ്മസ് കരോൾ സംഘത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ വിവാദ പ്രസ്താവനയുമായി BJP നേതാക്കൾ. കള്ളുകുടിച്ചാണ് കരോളിനിറങ്ങിയതെന്ന് C. കൃഷ്ണകുമാർ. മദ്യപിച്ച് CPIM ഏരിയ കമ്മിറ്റിയുടെ ബാൻഡ് സെറ്റുമായിട്ട് പോകുന്ന ആളുകളെ കരോൾ സംഘമായിട്ടാണോ പറയേണ്ടത്? ഞാൻ പറയുന്നത് ആ പോയ സംഘം മദ്യപിച്ചിട്ട് അവിടെ ഞങ്ങളുടെ രതീഷ് എന്നുള്ള പ്രവർത്തകൻ കൊല ചെയ്യപ്പെട്ട സ്ഥലമാണ് കാളാണ്ടിത്തറ. അവിടേക്ക് ബോധപൂർവം സംഘർഷമുണ്ടാക്കാനായിട്ട് CPM ക്രിമിനൽ സംഘം പോയതാ. മാന്യമല്ലാത്ത കരോൾ നടത്തിയാൽ അടി കിട്ടുമെന്ന് ഷോൺ ജോർജ്. പള്ളി അറിഞ്ഞ് കരോൾ നടത്തണമെന്ന് നിർബന്ധമില്ല, പക്ഷെ നടത്തുന്ന കരോൾ മാന്യമായിരിക്കണം, അല്ല അടി കിട്ടും. അത് മാന്യമായിരുന്നില്ല. നാട്ടുകാർക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിൽ, നാട്ടുകാരെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ അത്തരത്തിലൊരു കരോളാണ് അവിടെ നടന്നതെന്നാണ് എനിക്കറിയാൻ കഴിയും. ക്രിസ്മസുമായി ബന്ധപ്പെട്ട് കരോൾ സംഘത്തെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ പ്രതിരോധിക്കുമെന്ന് DYFI.
ക്രിസ്മസ് ആഘോഷങ്ങൾക്കിടെ ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് നേരെ വീണ്ടും ആക്രമണം. മധ്യപ്രദേശിലെ ജബൽപൂരിൽ ആക്രമണം നടന്നത് BJP ജില്ലാ വൈസ് പ്രസിഡന്റ് അഞ്ജു ഭാർഗവിന്റെ നേതൃത്വത്തിൽ. മതപരിവർത്തനം ആരോപിച്ച് കാഴ്ചപരിമിതിയുള്ള യുവതിയെ അടക്കം കയ്യേറ്റം ചെയ്തു. അതിക്രമങ്ങളെ അപലപിച്ച് CBCI. ക്രിസ്മസ് ആഘോഷങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ ആശങ്കാജനകമെന്ന് സിറോ മലബാർ സഭ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടി. കൈക്കൂലി കേസിൽ പ്രതിയായ ജയിൽ DIG MK വിനോദ് കുമാറിന് സസ്പെൻഷൻ. നടപടി വിജിലൻസ് റിപ്പോർട്ടിന് പിന്നാലെ. ജയിലിൽ അനധികൃത സൗകര്യങ്ങൾ ഒരുക്കാൻ തടവുകാരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും DIG കൈക്കൂലി വാങ്ങിയത് ലക്ഷങ്ങൾ. MK വിനോദ് കുമാർ വഴിവിട്ട് സഹായിച്ചവരിൽ TP കേസ് പ്രതികളായ കൊടിസുനിയും അണ്ണൻ സിജിത്തും ഉൾപ്പെടെയുള്ളവർ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പുരാവസ്തു മാഫിയയുടെ പങ്കന്വേഷിച്ച SIT. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായും സ്മാർട്ട് ക്രിയേഷൻസുമായും ബന്ധമുള്ള D മണിയെ കേന്ദ്രീകരിച്ച് അന്വേഷണം. പോറ്റി ഇടനിലക്കാരനായി 4 പഞ്ചലോഹ വിഗ്രഹങ്ങൾ കടത്തിയെന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് വിവരങ്ങൾ നൽകിയ വ്യവസായി. D മണി പണം കൈമാറാൻ തിരുവനന്തപുരത്ത് ഉന്നതനെ കണ്ടു. കോടതി ഉത്തരവിട്ടാൽ അന്വേഷണം ഏറ്റെടുക്കാമെന്ന് CBI. സ്വർണ്ണക്കൊള്ളക്കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സന്നിധാനത്തെത്തിച്ചത് UDF എന്ന് മന്ത്രി V ശിവൻകുട്ടി. ഉണ്ണികൃഷ്ണൻ പോറ്റി കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ ഉയർത്തി മന്ത്രി. 2016 മുൻപ് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും മറ്റ് UDF നേതാക്കൾക്കുമൊപ്പം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്ന സാഹചര്യത്തിൽ ഇയാളെ സന്നിധാനത്ത് എത്തിച്ചതും സംരക്ഷിച്ചതും UDF നേതൃത്വമാണെന്ന് സമ്മതിക്കാൻ അങ്ങ് തയ്യാറുണ്ട്. സ്വർണ്ണക്കേസിലെ പ്രതിയെ സ്വന്തം പാർട്ടി അധ്യക്ഷയായ സോണിയാഗാന്ധിയുടെ വസതിയിൽ എത്തിക്കുകയും രക്ഷ കെട്ടിക്കുകയും, ആ പാട്ട് ചേർക്കാൻ പറ്റിയൊരു വാക്കാണ് രക്ഷ കെട്ടിക്കുവാൻ. ഒരു താളം കൊടുക്കാൻ വേണ്ടി പറ്റും. യഥാർത്ഥ പ്രതികൾ ഇപ്പോഴും സ്വൈര്യവിഹാരം നടത്തുന്നുവെന്ന് രമേശ് ചെന്നിത്തല. SITക്ക് മേൽ സർക്കാർ സമ്മർദ്ദമെന്ന് പ്രതിപക്ഷ നേതാവ്. ദയവീത് അവരതിൽ നിന്ന് പിന്മാറണം. മുഖ്യമന്ത്രിയുടെ ഓഫീസും പിന്മാറണം. ഇല്ലെങ്കിൽ ഞങ്ങൾ അവരുടെ ഈ മുതിർന്ന 2 IPS ഉദ്യോഗസ്ഥരുടെ പേര് വിവരം വെളിപ്പെടുത്തേണ്ട ഗതികേടിലേക്ക് പറയാൻ പാടില്ല. നോർമൽ കേസിൽ ഇത് അവർ തുടർന്നാൽ ഉറപ്പായിട്ട് പേര് പറയും. സ്വർണ്ണക്കൊള്ള തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായ INL. വാളയാർ ആൾക്കൂട്ടക്കൊലയിൽ ഗുരുതര വകുപ്പുകൾ ചുമത്തി പോലീസ്. SC/ST അതിക്രമം തടയൽ നിയമപ്രകാരവും കേസ്. അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ പോലീസിനുണ്ടായത് ഗുരുതര വീഴ്ച. കൃത്യത്തിൽ പങ്കെടുത്തവരെ പിടികൂടുന്നതിലും ദൃശ്യങ്ങൾ ശേഖരിക്കുന്നതിലും പിഴവ്. കേസിൽ 2 പേർ കൂടി പിടിയിൽ. കൊല്ലപ്പെട്ട രാംനാരായണിന്റെ മൃതദേഹം ഛത്തീസ്ഗഡിലേക്ക് കൊണ്ടുപോയി. പ്രതികളുടെ രാഷ്ട്രീയ അനുഭാവം ആവശ്യമെങ്കിൽ അന്വേഷിക്കുമെന്ന് പോലീസ് മേധാവി. KPCC ഉന്നത തലത്തിലിരിക്കുന്ന നേതാക്കന്മാർ മത്സരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊരു പ്രാധാന്യം കൊടുക്കണമെന്ന് സർക്കുലറിൽ പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്യേണ്ട ആളുകളാണ് ചെയ്യേണ്ടത്. ഇതിന് മറുപടി ഞാനല്ല പറയേണ്ടത്, അത് ചാർജ് ഉള്ളവരാണ് പറയേണ്ടത്. കൊച്ചി കോർപ്പറേഷൻ മേയർ സ്ഥാനത്ത് നിന്ന് തഴഞ്ഞതിൽ അതൃപ്തി പരസ്യമാക്കി KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ്. തീരുമാനത്തെക്കുറിച്ച് ഔദ്യോഗിക അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ല. അധ്യക്ഷൻ ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പുകളിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് വന്നതിന് ശേഷമാണ് ഞങ്ങൾ ചർച്ചകൾ തുടങ്ങിയത്. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ നേതാക്കന്മാരുമായി സംസാരിച്ചു. ഇപ്പോൾ ജയിച്ചു വന്നിരിക്കുന്ന കൗൺസിലർമാരുമായി കൂടിയാലോചനകൾ നടത്തി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്ഥാനാർത്ഥിമാരെ തീരുമാനിച്ചത്. പാർലമെന്ററി പാർട്ടി അംഗീകരിച്ച പേരിനാണ് പ്രാധാന്യം നൽകിയതെന്ന് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്. ദീപ്തി മേരി വർഗീസിന്റെ പരാതിയെക്കുറിച്ച് അറിയില്ലെന്നും പ്രതികരണം. ദീപ്തി മേരി വർഗീസിന്റെ പേര് വെട്ടിയത് AI ഗ്രൂപ്പുകൾ സംയുക്തമായി. VK മിനിമോൾ മേയറാകും. 2ാം ടേമിൽ പദവി ഷൈനി മാത്യുവിന്. ദീപക് ജോയ് ഡെപ്യൂട്ടി മേയർ സ്ഥാനം ലഭിക്കാത്തതിൽ മുസ്ലിം ലീഗിന് കടുത്ത അതൃപ്തി. K മുരളീധരനെ ഗുരുവായൂരിൽ മത്സരിപ്പിക്കാൻ കോൺഗ്രസിൽ ചർച്ചകൾ. ഗുരുവായൂർ സീറ്റ് മുസ്ലിം ലീഗിൽ നിന്ന് ഏറ്റെടുക്കാൻ നീക്കം. പകരം പട്ടാമ്പി മണ്ഡലം നൽകാൻ ആലോചന. K മുരളീധരനെ സ്വാഗതം ചെയ്ത് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. ആവശ്യം തള്ളി മുസ്ലിം ലീഗ് തൃശൂർ ജില്ലാ നേതൃത്വം. കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിനെ പോലെ ഈ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുക്കാനാണ് എനിക്ക് ആഗ്രഹം. മത്സരിക്കാൻ എനിക്ക് ആഗ്രഹമില്ല. ബാക്കിയെല്ലാം പാർട്ടി പറയുന്ന പോലെ അനുസരിക്കും. തിരുവനന്തപുരത്ത് പ്രവർത്തിക്കാനാണ് താല്പര്യമെന്ന് K മുരളീധരൻ. UDFൽ വരുമ്പോൾ PV അൻവർ സംയമനം പാലിക്കണമെന്ന് KPCC മുൻ അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. UDFനെ വഴിയമ്പലമായി കാണരുതെന്നും അതിര് കടക്കരുതെന്നും മുന്നറിയിപ്പ്. PV അൻവർ തീർച്ചയായിട്ടും കുറച്ചുകൂടി സംയമനം പാലിക്കണം. അദ്ദേഹം കുറച്ചുകൂടി ഒരു അനുസരണയില്ല. ഒരു ഘടകകക്ഷിയായിട്ടൊക്കെ പ്രവർത്തിക്കുമ്പോൾ ആ രൂപത്തിലുള്ള ചില മാന്യതയോടുകൂടി അദ്ദേഹം പോകണമെന്നാണ് എനിക്ക് വിനീതനായിട്ട് പറയാനുള്ളത്.
PV അൻവറിനെ സ്വാഗതം ചെയ്ത് കോഴിക്കോട് ബേപ്പൂരിൽ ഫ്ലക്സ് ബോർഡുകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മന്ത്രി PA മുഹമ്മദ് റിയാസിനെതിരെ അൻവർ ബേപ്പൂരിൽ മത്സരിക്കണമെന്ന ആവശ്യം. ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം കൂടുതൽ വഷളാകുന്നു. ഡൽഹിയിൽ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് മുന്നിൽ ഹിന്ദു സംഘടനകളുടെ വൻ പ്രതിഷേധം. കൊൽക്കത്തയിൽ മുഹമ്മദ് യൂനിസിന്റെ കോലം കത്തിച്ച് പ്രതിഷേധക്കാർ. ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തി ബംഗ്ലാദേശ്. പുതിയ ഉയരങ്ങൾ താണ്ടി സ്വർണ്ണവില. ചരിത്രത്തിൽ ഇതാദ്യമായി പവൻ 1 ലക്ഷം രൂപ കടന്നു. 1 പവൻ സ്വർണത്തിന് ഇന്നത്തെ വില 1,16,600 രൂപ. 1 ഗ്രാം സ്വർണത്തിന് 12,700 രൂപ. ഈ വർഷം സ്വർണത്തിന് കൂടിയത് 44,800 രൂപ. എറണാകുളം ഉദയംപേരൂരിൽ വഴിയരികിൽ ശസ്ത്രക്രിയ നടത്തി ജീവൻ രക്ഷിക്കാനുള്ള ശ്രമം വിഫലമായി. കൊല്ലം സ്വദേശി ലിനു മരണത്തിന് കീഴടങ്ങി. ചികിത്സയിലിരിക്കെ ലിനു മരിച്ചത് കൊച്ചിയിലെ വെൽകെയർ ആശുപത്രിയിൽ. അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ ലിനുവിന് റോഡരികിൽ ശസ്ത്രക്രിയ നടത്തിയത് 3 യുവ ഡോക്ടേഴ്സ്. എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയായ നേപ്പാൾ സ്വദേശിനി ദുർഗാ കാമി സുഖം പ്രാപിക്കുന്നു. നിലവിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ നിരീക്ഷണത്തിൽ. ആരോഗ്യനില തൃപ്തികരമെന്ന് ജനറൽ ആശുപത്രി സൂപ്രണ്ട്. ദുർഗയിൽ തുടിക്കുന്നത് കൊല്ലം ഇടവട്ടം ചിറക്കൽ സ്വദേശി ഷിബുവിന്റെ ഹൃദയം. ഷിബുവിന് കണ്ണീരോടെ വിട നൽകി ജന്മനാട്. സിനിമാ ടിക്കറ്റിന് ഇരട്ട നികുതി ചുമത്തിയതിൽ പ്രതിഷേധവുമായി ഫിലിം ചേംബർ. അടുത്ത മാസം മുതൽ സർക്കാർ തിയേറ്ററുകൾക്ക് സിനിമ നൽകില്ല. സിനിമയ്ക്ക് വേണ്ടി സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്നും വിമർശനം. ക്ഷേമനിധി അനുവദിക്കാൻ സർക്കാർ തയ്യാറായില്ല എന്നും ഫിലിം ചേംബർ. ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ വീണ്ടും പക്ഷിപ്പനി. ആലപ്പുഴയിൽ 8 പഞ്ചായത്തുകളിൽ രോഗം സ്ഥിരീകരിച്ചു. കോട്ടയത്ത് 3 വാർഡുകളിൽ രോഗബാധ. 20,000-ഓളം പക്ഷികളെ കൊന്നൊടുക്കും. കല്ലിങ്ങിനുള്ള ദ്രുതകർമ്മസേന സജ്ജമായി. കോഴി, താറാവ് കർഷകർ ജാഗ്രത പാലിക്കണമെന്ന് മൃഗസംരക്ഷണ വകുപ്പ്. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത് പുനഃപരിശോധിക്കുന്ന നടപടികളിൽ അനിശ്ചിതത്വം. പുനഃപരിശോധിക്കാനായി രൂപീകരിച്ച മന്ത്രിസഭാ ഉപസമിതി ഒരു തവണ പോലും യോഗം ചേരാത്തതിൽ CPIക്ക് അതൃപ്തി. ഉപസമിതി ചേരുന്നതിൽ നാളെ തീരുമാനമുണ്ടാകുമെന്ന് സമിതി അധ്യക്ഷൻ മന്ത്രി വിശ്വൻകുട്ടി. ഡോക്ടർ സിസ തോമസ് കേരള സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറായ ശേഷം നടന്ന ആദ്യ യോഗത്തിൽ പങ്കെടുത്ത് ചാൻസലർ കൂടിയായ ഗവർണർ. ഗവേണിംഗ് കൗൺസിൽ യോഗത്തിലാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പങ്കെടുത്തത്. 9 മാസത്തിനു ശേഷം സർവകലാശാല ബജറ്റ് യോഗം പാസാക്കി. ഗോവധം ആരോപിച്ച് മുഹമ്മദ് അഖ്ലാഖിനെ കൊലപ്പെടുത്തിയ കേസിൽ ഉത്തർപ്രദേശ് സർക്കാരിന് തിരിച്ചടി. കേസിലെ പ്രതികൾക്കെതിരായ കുറ്റങ്ങൾ പിൻവലിക്കാനുള്ള സർക്കാർ അപേക്ഷ തള്ളി സുരജ്പൂർ കോടതി. വിചാരണ വേഗത്തിലാക്കണമെന്നും തെളിവുകൾ സുരക്ഷിതമാക്കണമെന്നും ഉത്തരവ്. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. അധ്യാപകർക്കുള്ള യോഗ്യതാ പരീക്ഷ കേട്ടിട്ട് നിർബന്ധമാക്കിയ സുപ്രീം കോടതി ഉത്തരവ് അവഗണിച്ചു PSC. പുതിയ PSC വിജ്ഞാപനത്തിൽ കേട്ടറ്റിനുള്ള ഇളവ് നിലനിർത്തി. ഏതെങ്കിലും വിഷയത്തിൽ MEd ഉള്ളവർക്ക് ഇളവ് നൽകി വിജ്ഞാപനം. കേരള ലോക്ഭവൻ കലണ്ടറിൽ സവർക്കറും സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും സാംസ്കാരിക നായകരുടെയും ഒപ്പം സവർക്കറുടെ ചിത്രവും. കലണ്ടർ ഗവർണറിൽ നിന്ന് ഏറ്റുവാങ്ങി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഷൂട്ടിങ്ങിനിടെ പരിക്കേറ്റ് നടൻ വിനായകൻ ആശുപത്രിയിൽ. അപകടം. ആട് 3 ചിത്രീകരണത്തിനിടെ നടന്റെ തോളെല്ലിന് പരിക്ക്. നടിയെ ആക്രമിച്ച കേസിലെ വിചാരണ കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാൻ സർക്കാർ ഉത്തരവായി. ക്രിസ്മസ് അവധിക്ക് ശേഷം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകും. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെയും സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെയും ശുപാർശകൾ അംഗീകരിച്ചു. TVKയിൽ ഭാരവാഹിത്വം നൽകിയില്ലെന്നാരോപിച്ച് അധ്യക്ഷൻ വിജയുടെ കാർ തടഞ്ഞ് വനിതാ പ്രവർത്തക. പ്രതിഷേധിച്ചത് തൂത്തുക്കുടിയിൽ നിന്നുള്ള അജിതയും സഹപ്രവർത്തകരും. വിജയുടെ ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരവും നടത്തി. ഇന്ത്യൻ ജനാധിപത്യം തകർന്നുവെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളെ BJP കൈയടക്കി കഴിഞ്ഞു. ആഗോള ജനാധിപത്യ വ്യവസ്ഥയ്ക്കെതിരായ ആക്രമണമാണ് BJP നടത്തുന്നതെന്നും രാഹുൽ ഗാന്ധി. പരാമർശം ജർമ്മനിയിലെ സംവാദ പരിപാടിയിൽ.
ആരവല്ലി പർവ്വതനിരകളെ നിർവചിച്ചുള്ള കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ റിപ്പോർട്ടിനെതിരെ രാജസ്ഥാനിൽ പ്രതിഷേധം ശക്തം. 100 മീറ്ററിൽ താഴെ ഉയരമുള്ള കുന്നുകളിൽ ഖനനാനുമതി നൽകിയതിൽ പ്രതിഷേധം. തീരുമാനം പിൻവലിച്ചില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്ന് മുൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട്. അനധികൃത ഖനനം നടന്നത് മുൻ കോൺഗ്രസ് സർക്കാരിന്റെ കാലത്തെന്ന് കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ്. ശബരിമല അയ്യപ്പന് ചാർത്താനുള്ള തങ്കയങ്കിയുമായി ഘോഷയാത്ര ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ടു. രാവിലെ 7 മണിയോടെ പുറപ്പെട്ട ഘോഷയാത്ര ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിൽ വിശ്രമത്തിൽ. ഘോഷയാത്ര നാളെ രാവിലെ 6-ന് പുനരാരംഭിക്കും. വെള്ളിയാഴ്ച വൈകിട്ടാണ് തങ്കയങ്കി ചാർത്തി ദീപാരാധന. ശ്രീലങ്കയ്ക്കെതിരായ വനിതാ 2020 പരമ്പരയിലെ 2ാം മത്സരത്തിൽ ഇന്ത്യക്ക് 129 റൺസ് വിജയലക്ഷ്യം. ആദ്യം ബാറ്റ് ചെയ്ത ശ്രീലങ്ക 9 വിക്കറ്റ് നഷ്ടത്തിൽ 128 റൺസ് നേടി. ഇന്ത്യക്കായി വൈഷ്ണവി ശർമ്മയും ശ്രീചരണിയും 2 വിക്കറ്റ് വീതം വീഴ്ത്തി. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ഇന്ത്യ 1 വിക്കറ്റ് നഷ്ടത്തിൽ 61 റൺസ് എന്ന നിലയിൽ. പരമ്പരയിലെ ശേഷിക്കുന്ന മത്സരങ്ങൾക്കായി ടീം ഇന്ത്യ നാളെ തിരുവനന്തപുരത്തെത്തും. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇനി മറ്റു റിപ്പോർട്ടുകളിലേക്ക്. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ വിചാരണ കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാൻ സർക്കാർ ഉത്തരവായി. ക്രിസ്മസ് അവധിക്ക് ശേഷം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകും. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെയും സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെയും ശുപാർശകൾ സർക്കാർ അംഗീകരിച്ചു. അതിജീവിതയെ അപമാനിച്ച സംഭവത്തിൽ കർശന നടപടിയുണ്ടാകുമെന്ന് DGP റവാഡ ചന്ദ്രശേഖർ അറിയിച്ചു. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതിയിൽ നിന്ന് നേരിട്ട കനത്ത തിരിച്ചടി മറികടക്കാനുള്ള ശ്രമത്തിലാണ് പ്രോസിക്യൂഷൻ. അപ്പീലിന് സർക്കാർ അനുമതി ലഭിച്ചതോടെ ക്രിസ്മസ് അവധിക്ക് ശേഷം ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യും. ഡിജിറ്റൽ തെളിവുകൾ തള്ളിയത് നിസ്സാര കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണെന്ന് ശുപാർശയിൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറും വ്യക്തമാക്കിയിട്ടുണ്ട്. തെളിവുകൾ അവഗണിച്ചത് നിലനിൽക്കാത്ത കാരണം ചൂണ്ടിക്കാട്ടിയാണ്. സുതാര്യമായ വിചാരണ നടന്നില്ലെന്നും പ്രോസിക്യൂഷൻ വ്യക്തമാക്കി. 1 മുതൽ 6 വരെ പ്രതികളുടെ ശിക്ഷ ജീവപര്യന്തമായി ഉയർത്തണമെന്നും അപ്പീലിൽ ഉന്നയിക്കും. ശിക്ഷ റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് 5ഉം 6ഉം പ്രതികൾ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അതിജീവിതയെ അപമാനിച്ച സംഭവത്തിൽ കർശന നടപടിയുണ്ടാകുമെന്ന് DGP റവാഡ ചന്ദ്രശേഖർ പറഞ്ഞു. From our side, any victim is absolutely sacred to us. We take a strong action. ആരെങ്കിലും വിക്ടിമിനെ അപകീർത്തിപ്പെടുക അല്ലെങ്കിൽ അവരുടെ റെപ്യൂട്ടേഷൻ ഡാമേജ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നെങ്കിൽ സ്ട്രോങ് ആക്ഷൻ സ്വീകരിക്കുന്നതാണ്. 24 കൊച്ചി. സർക്കാരുമായി പൂർണ്ണമായി നിസ്സഹകരിക്കാൻ കേരള ഫിലിം ചേംബർ. സർക്കാരിന് കീഴിലുള്ള തിയേറ്ററുകളിലേക്ക് ജനുവരി മുതൽ സിനിമകൾ നൽകില്ല. ഇന്ന് കൊച്ചിയിൽ ചേർന്ന ഫിലിം ചേംബർ ഭരണസമിതി യോഗത്തിലാണ് ഈ തീരുമാനമുണ്ടായത്. സിനിമയ്ക്ക് നൽകുന്ന ഇരട്ട നികുതിയിൽ തട്ടിയാണ് വീണ്ടും കേരള ഫിലിം ചേംബർ ഇടയുന്നത്. വർഷങ്ങളായി GSTക്ക് പുറമെ നൽകുന്ന വിനോദ നികുതി ഒഴിവാക്കണമെന്ന കാര്യം സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ്. സിനിമാ കോൺക്ലേവിന് ശേഷം തീരുമാനം ഉണ്ടാകുമെന്നതാണ് മന്ത്രിതലത്തിൽ ഉറപ്പ് നൽകിയത്. എന്നാൽ ഇപ്പോഴും സർക്കാർ ഒളിച്ചു കളിക്കുന്നു. ജനുവരി മുതൽ KSFDC തിയേറ്ററുകൾക്ക് സിനിമ നൽകില്ലെന്ന് ഫിലിം ചേംബർ. പ്രധാന ആവശ്യം എന്ന് പറയുന്ന എന്റർടൈൻമെന്റ് ടാക്സ് എന്ന് പറയുന്ന ഇരട്ട നികുതി ഒഴിവാക്കി കിട്ടണമെന്ന് അത് കഴിഞ്ഞ 8 വർഷമായിട്ട് നമ്മൾ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങളൊരു തീരുമാനം ഇപ്പോൾ എടുത്തിരിക്കുന്നത് സർക്കാരുമായി ഒരു രീതിയിലുള്ള സഹകരണവുമായിട്ട് മുമ്പോട്ട് പോകണ്ട, ജനുവരി മാസം മുതൽ എന്നുള്ളൊരു തീരുമാനം ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഇത് ആദ്യഘട്ടമായുള്ള സൂചനാ സമരമെന്നും തീരുമാനമുണ്ടായില്ലെങ്കിൽ പണിമുടക്കിലേക്ക് പോകുമെന്നും ഇവർ വ്യക്തമാക്കുന്നു. ഈ നിസ്സഹകരണത്തോടുള്ള സർക്കാരിന്റെ സമീപനം നിർണായകമാകും. 24 കൊച്ചി. ക്രിസ്മസ് ആഘോഷങ്ങൾക്കിടെ കുന്നംകുളത്ത് SFI ABVP സംഘർഷം എന്നൊരു വിവരം ഇപ്പോൾ വരുന്നുണ്ട്. 5 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. അവിടെ കുന്നംകുളം കീഴൂർ ശ്രീ വിവേകാനന്ദ കോളേജിലാണ് ഈ സംഘർഷം ഉണ്ടായത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്ന വിവരം കൂടി ഞങ്ങളുടെ ബ്യൂറോ നൽകുന്നുണ്ട്. നമ്മൾ മറ്റു റിപ്പോർട്ടുകളിലേക്ക് വരും, ഇടവേളയ്ക്ക് ശേഷം. പ്രൈം ടൈമിലേക്ക് വീണ്ടും സ്വാഗതം. ചരിത്രത്തിൽ ഇതാദ്യമായി 1,00,000 കടന്ന് സ്വർണ്ണവില. പവന് 1,01,600 രൂപയായി. ഗ്രാമിന് 12,700 രൂപയാണ് ഇന്നത്തെ വില. ഈ വർഷം മാത്രം കൂടിയത് 44,800 രൂപയാണ്. കഴിഞ്ഞ വർഷം 1,00,000 കടന്ന സ്വർണ്ണവില ഈ വർഷം ഇരട്ടിയിലേറെയായി. വിലക്കയറ്റത്തെയും തോൽപ്പിക്കുന്ന വിധത്തിലാണ് പോയ വർഷങ്ങളിൽ സ്വർണത്തിന്റെ കുതിപ്പ്. അമേരിക്കൻ ഫെഡറൽ റിസർവ് നിരക്കിളവ് നൽകുന്നത് തുടരുന്നതാണ് സ്വർണ്ണക്കുതിപ്പിന് പ്രധാന കാരണം. യുക്രൈൻ യുദ്ധം, വെനസ്വേല അമേരിക്കൻ സംഘർഷം തുടങ്ങിയ ആഗോള അനിശ്ചിതത്വങ്ങളും കേന്ദ്ര ബാങ്കുകൾ സ്വർണം വാങ്ങിക്കൂട്ടുന്നതും സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നുണ്ട്. ഇന്ന് പവന് വില 1,760 രൂപ കൂടി 1,01,600 രൂപയും ഗ്രാമിന് 220 രൂപ കൂടി 12,700 രൂപയുമായി.
വിവാഹ സീസണിൽ വില ഉയരുന്നത് സ്വർണം വാങ്ങാനിരിക്കുന്നവർക്കും വ്യാപാരികൾക്കും തിരിച്ചടിയാവുകയാണ്. ആക്ച്വലി ഇപ്പോൾ സീസണാണ്, കല്യാണ സീസണാണ്. പക്ഷേ നമ്മളുടെ ബിസിനസ് സ്വർണ്ണ വ്യാപാര രംഗത്തെ വളരെ അധികം പിടിച്ചുലച്ചിട്ടുണ്ട് റേറ്റ്. പേടിയില്ല, എങ്കിലും സാധാരണക്കാരെ സംബന്ധിച്ച് നല്ലൊരു റേറ്റിലേക്കാണ് വന്നിരിക്കുന്നത്. നമ്മളെപ്പോലുള്ള സാധാരണക്കാരെ കൊണ്ട് ഇതുകൊണ്ട് ഒരു നിർവാഹമില്ല. 1984 1 ഗ്രാം സ്വർണത്തിന് 300 രൂപ ഉള്ളായിരുന്നു. ഇപ്പോൾ അത് 30 ഇരട്ടി കൂടുതലായി, ഇല്ലയോ? ഞങ്ങൾക്ക് സ്വർണം വേണ്ട, ഞങ്ങളുടെ പെൺപിള്ളേരെയും കെട്ടിക്കുന്നില്ല. സ്വർണ്ണം വിട്ട് പെൺപിള്ളേരെയും കെട്ടിക്കുക, അവർ പൂണൂലിട്ട് കെട്ടിച്ചോളാം. ഞങ്ങൾ 10% പണിക്കൂലിയും GSTയും ചേർത്ത് ഇന്ന് 1 പവൻ ആഭരണ രൂപത്തിൽ വാങ്ങാൻ 1,15,112 രൂപയാകും. വിലക്കുതിപ്പിനെ തുടർന്ന് ഗോൾഡ് ETFകളിൽ നിക്ഷേപിക്കുന്നവരുടെ എണ്ണവും കൂടുകയാണ്. 1 വർഷം കൊണ്ട് 1 പവന്റെ വിലയിലുണ്ടായത് 44,800 രൂപയുടെ വർധനയാണ്. 2026 സ്വർണം ഔൺസിന് $4,900 എത്തുമെന്നാണ് ഗോൾഡ്മാൻ സാക്സിന്റെ പ്രവചനം. വിലയേറുമ്പോൾ ലാഭമെടുപ്പും തിരുത്തലും ഉണ്ടായേക്കുമെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ വില ഉയർന്നു തന്നെ നിൽക്കാനാണ് സാധ്യതയെന്ന് വിദഗ്ധർ പറയുന്നു. ബിസിനസ് ഡെസ്ക് 24. സ്വർണ്ണവില കൂടുന്നതുകൊണ്ട് സാധാരണക്കാരായ ആൾക്കാർക്ക് സ്വർണ്ണം ഉപയോഗിക്കുന്നതിൽ ഒരുപാട് ബുദ്ധിമുട്ട് വരുന്നുണ്ട്. സ്വർണം ഉപയോഗിക്കാനൊക്കെ ഇഷ്ടമാണ്, പക്ഷേ അത് ഈ കല്യാണ ഇഷ്യൂസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ പെൺകുട്ടികളുടെ വീട്ടിൽ അതിൻ്റെതായ പ്രോബ്ലംസ് ഉണ്ടാകും. എനിക്ക് സ്വർണ്ണത്തിനോട് പേഴ്സണലി അങ്ങനെ അധികം താല്പര്യമില്ല. കല്യാണത്തിന് കുറേ ഇടാൻ പറ്റില്ല. ഞങ്ങൾക്കിപ്പോൾ സ്വർണം വേണമെന്നൊന്നും നിർബന്ധമില്ല. പലപ്പോഴും പല ഓപ്ഷൻസ് ഉള്ളത് കൊണ്ട് അതിലോട്ടാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ഇപ്പോൾ ആരും അങ്ങനെ സ്വർണ്ണം ഒന്നും ഉപയോഗിക്കാറില്ലല്ലോ. അത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ്. ഉള്ളവർ ഇടുക, അല്ലാത്തവർ വേണ്ടെന്ന് വെക്കുക. ഓൾറെഡി സ്വർണ്ണം മേടിച്ചു വെച്ചവർക്ക് എന്തായാലും അതൊരു ലാഭമായിരിക്കും. പിന്നെ ഇനിയും ഇതുവരെയും അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് എടുക്കാത്തവർക്ക് നഷ്ടമാണ്. ഗോൾഡിനോട് അത്ര താല്പര്യമില്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കാറില്ല. ആക്സസറീസും യൂസ് ചെയ്യാമല്ലോ, ഗോൾഡ് തന്നെ വേണമെന്നില്ലല്ലോ. വീട്ടിലിരിക്കുന്ന സ്വർണം കൈവശമുള്ള ആൾക്കാരെല്ലാം ഇപ്പം അവരറിയാതെ തന്നെ അവർ റിച്ചായി എന്നുള്ളതാണ് അതിൻ്റെ അകത്തൊരു അഡ്വാൻറ്റേജ് ഞാൻ കാണുന്നത്. എന്തൊക്കെ പറഞ്ഞാൽ അവസാനം സ്വർണ്ണത്തിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഇന്ത്യയിൽ എല്ലാവരും കൊടുക്കാറുണ്ട്. അപ്പോൾ എന്തായാലും സ്വർണ്ണത്തിൻ്റെ വില ബാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്വർണത്തിൻ്റെ വില കൂടുന്നത് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കരുതുന്നവർക്ക് ചിലപ്പോൾ അത് നല്ലതായിട്ട് വിചാരിക്കുമായിരിക്കും. വില കൂടുമ്പം ഡിമാൻഡ് കുറയുന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് വില കുറയുമായിരിക്കാം, ഉപയോഗം കുറയുമായിരിക്കാം. എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. കമ്പാരിറ്റീവ്ലി കുറവാണ്. പിന്നെ ഇവർ പ്രിഫർ ചെയ്യുന്നതൊക്കെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള, ഈവൻ ഞങ്ങളാണെങ്കിലും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ആഭരണങ്ങളൊക്കെയാണ് പ്രിഫർ ചെയ്യുന്നത്. ഇക്കോണമി നോക്കുവാണെങ്കിൽ അതിൻ്റെ വാല്യൂ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. അത് കുറച്ച് ആർബിട്രറി ആണെന്നുള്ള ഒരു അഭിപ്രായമുണ്ട്. പിന്നെ കുറച്ച് പേര് അത് മോണോപ്ലൈസ് ചെയ്ത് വെക്കുന്നത് കൊണ്ട് അവരുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച്, അവരുടെ ആവശ്യത്തിനനുസരിച്ച് ആ വില കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാനുള്ള ഒരു ഒരു സാധ്യത അവർ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു അഭിപ്രായമുണ്ട് എനിക്ക്. കൊല്ലത്ത് അപകടത്തെ തുടർന്ന് മസ്തിഷ്ക മരണം സംഭവിച്ച ചാത്തന്നൂർ ചിറക്കര സ്വദേശി ഷിബു 7 പേർക്ക് പുതുജീവനേകി യാത്രയായി. ഷിബുവിന്റെ ഹൃദയം നേപ്പാൾ സ്വദേശിക്കാണ് നൽകിയത്. ഷിബുവിന്റെ സംസ്കാരം ഇന്ന് വീട്ടുവളപ്പിൽ നടന്നു. എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ നേപ്പാൾ സ്വദേശി ദുർഗ കാമിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. ഈ റിപ്പോർട്ടോടെ ഇന്നത്തെ പ്രൈം ടൈം പൂർത്തിയാകുന്നു. നമസ്കാരം. ശബരിമല ദർശനം കഴിഞ്ഞ് 14 ഉച്ചയോടെ വീട്ടിലെത്തിയ ഷിബു മുടിവെട്ടാൻ പോയി വരുന്നതിനിടയിലാണ് രാത്രി 7 മണിയോടെ അപകടമുണ്ടായത്. ബൈക്ക് മറ്റൊരാളെ ഇടിക്കാതിരിക്കാൻ വെട്ടിച്ചു മാറ്റുന്നതിനിടയിലാണ് അപകടം. മസ്തിഷ്ക മരണം സംഭവിച്ച ഷിബുവിന്റെ 7 അവയവങ്ങൾ ദാനം ചെയ്തു. ഹൃദയം, കരൾ, വൃക്ക, കണ്ണുകൾ ഉൾപ്പെടെയുള്ള അവയവങ്ങളാണ് ദാനം ചെയ്തത്. ഷിബുവിന്റെ ഭൗതിക ശരീരം ഇന്നുച്ചയോടെ വീട്ടിലെത്തിച്ചപ്പോൾ ബന്ധുക്കളും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേരാണ് അന്ത്യോപചാരം അർപ്പിക്കാനെത്തിയത്. മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച അവയവദാനത്തിലൂടെ സമൂഹത്തിന് വലിയ സന്ദേശമാണ് ഷിബുവും കുടുംബവും നൽകുന്നതെന്ന് ഒരു നാട് ഒരേ സ്വരത്തിൽ പറയുന്നു. മരണത്തിലും ചുറ്റുപാടുമുള്ളവരെ സഹായിക്കുക എന്ന ഒരു മഹനീയമായ കർമ്മമാണ് ഷിബു ചെയ്തിട്ടുള്ളത്. ഷിബുവിന് വീട് വെച്ചതുമായി ബന്ധപ്പെട്ട കടബാധ്യത തീർക്കുന്നതിന് സർക്കാരുമായി ആലോചിച്ചു വേണ്ട നടപടികൾ ചെയ്യുമെന്ന് ചാത്തന്നൂർ MLA GS ജയലാൽ പറഞ്ഞു. ഈ കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ വ്യക്തിപരമായിട്ട് എനിക്ക് ബോധ്യമുള്ളതാണ്. ഈ അപകട മരണത്തിൻ്റെ എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബം കാട്ടിയ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയും കൂടി ഉൾപ്പെടുത്തി സർക്കാരിൻ്റെ ശ്രദ്ധയിൽ ഈ വിഷയങ്ങൾ കൊണ്ടുവരാനും പരമാവധി സാമ്പത്തിക സഹായം ഈ കുടുംബത്തിന് ചെയ്യാനും പരമാവധി ശ്രമിക്കും. മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. ഷിബുവിന്റെ സഹോദരി പുത്രന്മാർ ചിതയ്ക്ക് തീ കൊളുത്തി. ഹൃദയമാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയായ നേപ്പാൾ സ്വദേശി ദുർഗാകാമിയുടെ ആരോഗ്യനില തൃപ്തികരമെന്നും ആശങ്കയില്ലെന്നും 72 മണിക്കൂർ നിർണായകമെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. 24 കൊല്ലം.